ഈ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ വിശ്വം. ഇത് പല പ്രകാരത്തിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. വളരെ രസമാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് വാസിഷ്ഠത്തില് വസിഷ്ഠൻ രാമനോട് പറയുന്നത്, സർവത്ര പഞ്ചഭൂതാനി ഷഷ്ടം കിഞ്ചിത് ന വിദ്യതേ. രാമ, സർവത്ര പഞ്ചഭൂതാനി, എവിടെ നോക്കിയാലും ഞാൻ ഇതേ കാണുന്നുള്ളൂ. ശാസ്ത്രകാരനും അങ്ങനെയല്ല കാണുക. അവൻ കാണുക എന്താ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എനർജി കാണും. സർവത്ര, ഞാൻ എവിടെയോ ഒന്നും കാണുന്നില്ല, വേറെ ഒന്നും കാണുന്നില്ല. ധീര തത്ര ന മുഹ്യതി, ധീരൻ അതുകൊണ്ട് തന്നെ മോഹിക്കുന്നില്ല. ധീരൻ എന്തുകൊണ്ടാണ് മോഹമില്ലാത്തത്? ഇതാണ് എവിടെ നോക്കിയാലും. അതുകൊണ്ട് പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് പഞ്ചീകരണം. ഇതാണ് വിശ്വത്തിന്. ഈ വിശ്വത്തിൽ ഏതെടുത്തു കഴിഞ്ഞാലും ഇത് കാണാം നമുക്ക്. എല്ലാറ്റിലും ഇതുണ്ട്. എല്ലാറ്റിലും അഗ്നിയുണ്ട്, എല്ലാറ്റിലും ജലമുണ്ട്, എല്ലാറ്റിലും ഭൂമിയുണ്ട്, എല്ലാറ്റിലും ആകാശമുണ്ട്, എല്ലാറ്റിലും വായുണ്ട്. ഈ സ്ഥൂല രൂപമാർന്ന പഞ്ചമഹാഭൂതങ്ങളെയല്ല, അതിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ. സൂക്ഷ്മമായ ഭാവം പല രൂപത്തിലാണ്. ഇപ്പൊ ജലത്തിന്റെ പല രൂപമാണല്ലോ, ഐസായിട്ടും അല്ലെങ്കിൽ നീരാവിയായിട്ടും ജലമായിട്ടും. ജലത്തിൽ തന്നെ അതിന് പല വിധത്തിലുണ്ടല്ലോ. ഇപ്പൊ ഹിമാലയ സാനുക്കളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജലം നമ്മുടെ ജലം പോലെയല്ല. ഗംഗാജലമൊക്കെ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ചില ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന ജലം, അതിനൊരു വേറെ തന്നെ ഒരു പേരുണ്ടല്ലോ, അത് വേറെയാണത്. അപ്പൊ ജലത്തിന് തന്നെ പല മാനങ്ങളുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഈ മഹാഭൂതങ്ങളെല്ലാം. അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപനിഷത്തിൽ പറയുന്ന അഗ്നിയൊക്കെ നേത്രങ്ങൾക്ക് വിധേയമല്ല. അഗ്നിയെക്കുറിച്ച് അവർ വിസ്തരിച്ചിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. അഗ്നിക്ക് പേരുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടുവോ? കാളി, കരാളി, മനോജവാസ്, പുല്ലിംഗിനി, വിശ്വരുചി. കാളി കരാളി ച മനോജവാച സ്ഫുലിംഗിനി വിശ്വരുചി ച വർണ്ണ ലേലേയമാന ഇതി സപ്തജിഹ്വ. സപ്തജിഹ്വ ലേലേയമാന. 7 അഗ്നികൾ ഡാൻസ് കളിക്കുന്നു എന്നാണ് ഋഷി പറയുന്നത്. 7 ഫ്ലെയിം, അഗ്നി നാളങ്ങൾ. അഗ്നിയെ വിഭജിച്ച് പഠിച്ച ഉപനിഷത്ത് വിദ്യാർത്ഥി ആരായിരുന്നു? ഈ ഓരോ അഗ്നി വരുന്ന സമയത്ത് സമർപ്പിക്കേണ്ടുന്ന ഹവിസ് ഇന്നതാണ്. കാളിക്ക് ഇന്നത്, കരാളിക്ക് ഇന്നത്, മനോജവയ്ക്ക് ഇന്നത്, സ്ഫുലിംഗിനിക്ക് ഇന്നത്, വിശ്വരുചിക്ക് ഇന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കാളി ഏത്, കരാളി ഏത്? ആകെ ഒന്നേ ഉള്ളൂ, ഗ്യാസ് ലൈറ്റ്. പിസ്കോം ഇല്ലേ? ഈ പഞ്ചമഹാഭൂതങ്ങള് അല്ലെങ്കിൽ പഞ്ചീകരണം, സർവഭൂതേഷു വരും അങ്ങോട്ടേക്ക്, വിഭക്തേഷു സർവഭൂതേഷു അവിഭക്തം. അപ്പൊ വിഭജിക്കപ്പെട്ട വെവ്വേറെയായിട്ടുള്ള എല്ലാ സൃഷ്ടികളിലും അവിഭക്തം, വിഭജിക്കപ്പെടാത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിഭജിച്ചിട്ടില്ല എന്ന്. ഇതൊന്നും പലതായിട്ടില്ലേ, അത് തന്നെ ഒരു തോന്നല. ഇത് വീട്ടിലെ അമ്മയ്ക്ക് അറിയാം നന്നായിട്ട്, പലതും ഇല്ല ഇവിടെ, ഒറ്റ സാധനമേ ഉള്ളൂ. കുട്ടികൾ വെറുതെ ഇഡ്ഡലി ദോശ എന്നൊക്കെ പറയുന്നതാ പുട്ട് എന്ന്. അമ്മയ്ക്കറിയാം അത് അരി മാത്രമാണ്. ഇതുപോലെ ശ്രുതി മാതാവിനറിയാം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇഡ്ഡലിയും ഇല്ല, ദോശയും ഇല്ല, പത്തിരിയും ഇല്ല, പുട്ടും ഇല്ല. അരി ഉണ്ടെങ്കിൽ മക്കളെ ഇതൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ആരാണോ ആ അരിയെ കാണുന്നത്, അതുപോലെ കനകൈക മഹാബുദ്ധി. സ്വർണത്തെ ആര് കാണുന്നു, ആഭരണത്തെ ആര് വിസ്മരിക്കണം? വളയില്ല, മാലയില്ല, കമ്മലുമില്ല, മുക്കുത്തിയില്ല, കാതൂത്തിയില്ല, ഇത്തരത്തിലുള്ള ഒന്നുമില്ല എന്ന് പറയാം. ഒന്നുമില്ല. ഇതിൽ തന്നെ പുതിയ പുതിയ പല പേരുകളുണ്ടല്ലോ അല്ലേ? സ്വാമിക്ക് പല ഒരു ഏതൊക്കെയോ ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആന്റിനയുടെ പേരെന്താ ഇവിടെ നിങ്ങോട്ടുള്ള? എന്താ പറയൂ, ആർക്കെങ്കിലും എന്താ? മാൾട്ടി, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ സാധനം സ്വർണ്ണാണെന്ന് പറയാം ഇല്ലേ? സ്വർണത്തിൽ നിന്ന് അന്യമായി ഈ വക സാധനങ്ങൾക്കൊന്നും യാതൊരു നിലനിൽപ്പുമില്ല. പക്ഷെ നമ്മൾ വ്യവഹരിക്കാൻ വേണ്ടി നമുക്ക് നല്ല നല്ല പേരുകൾ കൊടുക്കാം. ഇപ്പോ
പലതും ഉണ്ട്. ഇപ്പൊ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഒരു നടി ഉപയോഗിച്ചതാണെങ്കിൽ ആ പേര് കൊടുക്കും, അല്ലെങ്കിൽ ആ സിനിമയുടെ പേര് കൊടുക്കും. അതൊക്കെ ഒരു ബിസിനസ് തന്ത്രം എന്ന് പറയുക. നമ്മളെ വിഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വീണ് കഴിഞ്ഞു. പക്ഷെ ഇത് മേടിച്ചു കൊടുക്കുന്ന അച്ഛനറിയാം ഇത് സ്വർണ്ണമാണ്, അല്ലെ? സ്വർണത്തിനാണ് വില എന്ന് പറയുക. അപ്പൊ ഏകം അവ്യയം, ഒന്നായ നാശമില്ലാത്ത, അത് സ്വർണ്ണാണ്. അവ്യയം, ഏകം, നാശമില്ലാത്ത ഒന്നായിട്ടുള്ള അതിനെ, ഭാവത്തെ, ആത്മസത്തയെ, ഏന ഈക്ഷതേ, യാതൊന്നുകൊണ്ട് കാണുന്നു. അത് സാത്വികം ജ്ഞാനം വിദ്യ. അത് സാത്വികമായ അറിവാണ്, ശരിയായ അറിവാണ് എന്ന് പറയാം. ശരിയായ കാഴ്ചപ്പാട് അതാണ്. എല്ലാ വൈവിധ്യങ്ങളിലും അതിനൊക്കെ നിദാനമായി നിലകൊള്ളുന്ന ആ സദ്വസ്തുവിനെ ദർശിക്കുക. തുടർന്ന് പൃഥക്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. പൃഥക്വേന തു യത് ജ്ഞാനം നാനാഭാവാൻ പൃഥഗ്വിധാൻ വേത്തി സർവേഷു ഭൂതേഷു തത് ജ്ഞാനം വിദ്ധി രാജസം. സാത്വിക ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം രാജസിക ജ്ഞാനത്തെക്കുറിച്ച് പറയും. നോക്കൂ, അറിവിലും ഈ ഒരു നിർണയമുണ്ട് എന്ന് പറയാം. അപ്പൊ രാജസികന്റെ അറിവും സാത്വികന്റെ അറിവും താമസികന്റെ അറിവും, അവൻ രാജസികൻ എങ്ങനെയാണ് പ്രപഞ്ചത്തെ കാണുന്നത്, സാത്വികൻ എങ്ങനെയാണ് പ്രപഞ്ചത്തെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു കവി ഒരു പുഷ്പം കാണുന്നത് പോലെയല്ല ഒരു കച്ചവടക്കാരൻ പുഷ്പത്തെ കാണുന്നത് എന്ന് പറയാം. അതല്ല ഒരു ചെറുപ്പക്കാരൻ കാണുന്ന സമയത്ത്, അതല്ല ഒരു വൃദ്ധൻ കാണുന്ന സമയത്ത്. അവന്റെ പ്രായം, അവൻ കടന്നു വന്ന വഴി, അവനെ സ്വാധീനിച്ച ചിന്തകള്, അവൻ വായിച്ച പുസ്തകങ്ങള്. ചില സമയത്ത് ചിലർക്ക് പുഷ്പം കാണുമ്പോൾ വല്ലാത്ത വിദ്വേഷം ഉണ്ടാവും, ചിലപ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാവും. വിഷമം ഉണ്ടാവാൻ കാരണം ചിലപ്പോൾ ആ പുഷ്പം വീട്ടിൽ ഒരുപാട് നട്ടു വളർത്തിയ ആളായിരിക്കാം അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ ഈ പുഷ്പം കാണുമ്പോൾ അച്ഛനെ ഓർമ്മ വരും. ഇങ്ങനെ ഈ വിശ്വത്തെ ഓരോന്നുമായി ചേർത്ത് ഓരോരുത്തർ കാണുന്നു. ഭഗവാൻ പറയാ സാത്വികമായ ഭാവത്തോടുകൂടി കാണുന്നു. ഇനി രാജസികമായിട്ടുള്ള ഭാവം. സർവേഷു ഭൂതേഷു പൃഥഗ്വിധാൻ, സർവേഷു സകലങ്ങളായിട്ടുള്ള ഭൂതേഷു സൃഷ്ടിവർഗങ്ങളില് പൃഥഗ്വിധാൻ വെവ്വേറെയുള്ള നാനാഭാവാൻ പലതരം ഭാവങ്ങളെ, വസ്തുക്കളെ പൃഥക്ത്വേനതു വെവ്വേറെ തന്നെ ഏന യാതൊന്നുകൊണ്ട് വേത്തി അറിയുന്നു. തജ്ഞാനം രാജസം. അവിടെ എന്തുണ്ട്? അതിനെ വേറെ വേറെയായി അറിയുന്നു എന്ന് പറയാം. അപ്പൊ ഹനുമാനോട് ചോദിച്ച് ഇത് ഓർത്തു വെക്കുന്നത് നല്ലതാ. ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള സംവാദത്തില് അങ്ങ് എന്നെ എങ്ങനെ അറിയുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു? ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശകഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം. ഭഗവാനെ, ദേഹത്തിന്റെ ബുദ്ധിയാൽ അങ്ങ് പ്രഭു, ഞാൻ ദാസൻ. ജീവബുദ്ധിയ, ജീവന്റെ നിലവാരത്തിൽ നോക്കിയാൽ അങ്ങ് പൂർണ്ണൻ, ഞാൻ അംശൻ. ആത്മബുദ്ധിയ, പാരമാർത്ഥിക തലത്തിൽ നോക്കിയാൽ ത്വമേവാഹം, ഞാൻ തന്നെ അങ്ങ്, അങ്ങ് തന്നെ ഞാൻ. ഇതിമേ നിശ്ചിതോ മതി, ഇതെന്റെ നിശ്ചയിച്ചുറപ്പിച്ച ബുദ്ധിയാണ്, ബുദ്ധിയുടെ തീരുമാനമാണ്. ഇത് അറിവിന്റെ തലങ്ങളാണ്. അതുപോലെ രാജസ തലത്തില് എല്ലാം വെവ്വേറെയാണ് എന്ന് പറയാം. ഈ വിശ്വം വേറെയാണ്. ഈ വിശ്വത്തിൽ അങ്ങനെ ഒന്ന് എന്ന് പറയാൻ ഒന്നുമില്ല എന്ന് പറയാം. അങ്ങനെ അവർ കാണും. അവരെ സംബന്ധിച്ച് ആ നൂല് ഭഗവാൻ പറഞ്ഞല്ലോ, സൂത്രേ മണിഗണായിവ, അത് കാണുന്നില്ല. തുടർന്ന് യസ്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സപ്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം. താമസ ജ്ഞാനത്തെ ഭഗവാൻ പറയുന്നു. യത് തു കൃഷ്ണവത് ഏകസ്മിൻ കാര്യേ സക്തം അഹൈതുകം അതത്വാർത്ഥവത് അല്പം ച തത്താമസം ഉദാഹൃതം. ഏകസ്മിൻ കാര്യേ, ഏകമായിട്ടുള്ള കാര്യത്തില്, ഒറ്റ കാര്യത്തില്, കൃഷ്ണവത്
ഗീതയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ശബ്ദമാണ്. പൂർണ്ണമായി, കൃഷ്ണവത് പൂർണ്ണമായി, മുഴുവനുമായി, സക്തം, കൃഷ്ണവത് സക്തം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നതും, അഹേതുകം, അഹേതുകം യുക്തിക്ക് നിരക്കാത്തത്, അതുപോലെ അതത്വാർത്ഥവത് യാഥാർത്ഥ്യമില്ലാത്തത്, ഏകമായിട്ടുള്ള കാര്യത്തിൽ പൂർണ്ണമായി ചേർന്നിരിക്കുന്നതും, അതുപോലെ യുക്തിക്ക് ചേരാത്തതും, യാഥാർത്ഥ്യമില്ലാത്തതും, അല്പവത് ച യതു അല്പവത് അല്പമായിട്ടുള്ള യാതൊന്നുണ്ടോ തജ്ഞാനം, ആ അറിവിനെ താമസം ഉദാഹൃതം, താമസമെന്ന് പറയുന്നു. അപ്പൊ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, കേവലം യുക്തിക്ക് പോലും നിരക്കാത്ത, യുക്തിവിരുദ്ധമായ ഒരൊറ്റ കാര്യത്തിൽ തന്നെ പൂർണ്ണമായി അവർ പറയും. അതായത് അവരുടെ യുക്തി ഇതാണ്. അത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അവർ പറയും, ഈ കടലിൽ കപ്പൽ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയും നമ്മളോട്. അതായത് ഒരാളോട്. അതെന്താ? അത് പറ്റില്ല, സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒരു തുള്ളി വെള്ളത്തിൽ കപ്പലോടുവോ? ഇല്ല. എന്നാൽ അനേക തുള്ളി വെള്ളമാണ് സമുദ്രം. ഒരു തുള്ളി വെള്ളത്തിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അനേക തുള്ളി വെള്ളത്തിലും ഓടിക്കാൻ പറ്റില്ല. അവരുടെ അറിവ് ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. അത് യുക്തിക്ക് നിരക്കുന്നതല്ല, അത് അല്പമാണ്. ഇങ്ങനെ അവർ വിശ്വത്തെയും കാര്യങ്ങളെയും എല്ലാം നോക്കിക്കാണും. യാതൊരു യുക്തി ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും അവർക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുതന്ത്രങ്ങൾ പറയാനുണ്ടാവും എന്ന് പറയും. അതുകൊണ്ട് പലതും ഇങ്ങനെയുള്ള കുറെ വിചാരങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ശാസ്ത്ര മതത്തെ ഖണ്ഡിക്കുന്നതിനായിക്കൊണ്ട് എന്തൊക്കെ സ്വീകരിക്കാം. നിയതം സംഗരഹിതം അരാഗദ്വേഷതഃ കൃതം അഫലപ്രേപ്സുതാ കർമ്മ യസ്തത് സാത്വികമുച്യതേ. നിയതം സംഗരഹിതം അരാഗദ്വേഷതഃ കൃതം അബലപ്രേപ്സുനാ കർമ്മ യത് തത് സാത്വികം ഉച്യതേ. നിയതം യത് കർമ്മ, നിയതം എന്ന് പറഞ്ഞാൽ നിത്യമായ ചുമതലപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മിൽ വന്നു ചേർന്നിട്ടുണ്ടോ നമ്മൾ നോക്കുക. ആരാണ് ഞാൻ? അമ്മ എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് പറയാം. മകൻ എന്ന നിലയ്ക്ക്. ഇന്നെന്തോ ഒരു തമാശ ഒരാൾ പറയുകയെ, അതായത് ഒരു അച്ഛൻ മകനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ഇവിടെ പിണങ്ങിയിരിക്കുന്നത്? നിങ്ങളുടെ ഭാര്യയായിട്ട് ഇനി എനിക്ക് യാതൊരു കൂട്ടുമില്ല. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെയൊരു കാര്യങ്ങൾ പോകുന്നത്? ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും. അപ്പൊ അച്ഛൻ എന്ന നിലയ്ക്ക്, മകൻ എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, ഭർത്താവ് എന്ന നിലയ്ക്കൊക്കെ നമുക്ക് എന്തുണ്ട്? നിയതം, നിത്യമായ ചുമതലപ്പെട്ട നാം നിർവഹിക്കേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾ. ഏത് കർമ്മം? യാതൊരു കർമ്മമുണ്ടോ? അബലപ്രാപ്സുന, ഫലകാമനയില്ലാതെ, സംഘരഹിതം, അതിൽ സംഘമില്ലാതെ, അരാഗദ്വേഷത, അതിൽ താല്പര്യമോ വെറുപ്പോ കൂടാതെ, കൃതം ചെയ്യപ്പെടുന്നുവെങ്കിൽ തത് സാത്വികം കർമ്മ ഉച്യത്തെ, അതിനെ സാത്വികം എന്ന് പറയുന്നു. അപ്പൊ നോക്കണം, എന്തൊക്കെയാണ് നമ്മളിൽ നിഹിതമായ കർമ്മങ്ങൾ, നമുക്ക് ആ കർമ്മത്തോട് നമ്മുടെ മനോഭാവം എന്ത്, അത് ചെയ്യുന്ന സമയത്ത് സന്തോഷമുണ്ടോ, അതിൽ നിന്ന് ഉത്സാഹമുണ്ടോ, അതുമായിട്ട് ഇഴുകിച്ചേരാൻ പറ്റുന്നുണ്ടോ? കർമ്മത്തിന്റെ കർമ്മയോഗം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ താല്പര്യം, അത് ചെയ്യുന്നതിലൂടെ സന്തോഷം, അതുമായിട്ടുള്ള ഇഴുകിച്ചേരൽ. ഇത് സാധിക്കുന്നില്ല എങ്കിൽ എന്താണ്? മതിയാക്കിക്കൊള്ളാനാണ് കർമ്മം. ഇതിനെന്താണ്? സാത്വികം, സാത്വികമായിട്ടുള്ള കർമ്മം. അതിൽ സ്നേഹം ഉണ്ടായിരിക്കണം, അതിലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം, അതിലൊരു താല്പര്യം ഉണ്ടായിരിക്കണം. ഇനി താമസ കർമ്മത്തെയും അതുപോലെ രാജസ കർമ്മത്തെയും പറയുന്നു. ഈ തുടർന്ന് ഭഗവാൻ, ഇതുവരെ ഭഗവാൻ
സംഗ്രഹിക്കുന്നത് 1-ാം അധ്യായത്തിൽ നിന്ന് 2-നെയും 3-നെയുമാണ്. 1ഉം 2ഉം 3ഉം അധ്യായങ്ങളെ സംഗ്രഹിക്കുകയാണ്. ഇനിയുള്ള ഭാഗങ്ങളിൽ ഈ 3 കാര്യങ്ങളും കൂടെ, അതുപോലെ ശ്രദ്ധാത്രയ വിഭാഗ യോഗമൊക്കെ പറഞ്ഞു, അതിൻ്റെയും കൂടെ എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. ഒരു ശ്ലോകത്തിൽ അത് കാണും. ഗീത നിങ്ങൾ മനസ്സിലാക്കി വരുമ്പം അതും കൂടെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, കാരണം ഒരു ശ്ലോകങ്ങളിൽ ഭഗവാൻ അതൊക്കെ ചേർക്കുന്നുണ്ട്. കർമ്മത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അതിന്റെ പ്രവൃത്തിയെക്കുറിച്ചും എന്താ പറയുക, സമ്മിശ്രമായിക്കൊണ്ടാണ് അവതരിപ്പിക്കുന്നതെന്ന് പറയാം. അതിനെയാണ് സംഗ്രഹിക്കുക എന്ന് പറയാം. തുടർന്നുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. ഇന്നലെ പഞ്ചീകരണം മനസ്സിലായിട്ടില്ല എന്നല്ല, മനസ്സിലായി എന്ന് പറയാം. അപ്പൊ ഒരാഗ്രഹം പറയുണ്ടായി, വേദാന്തത്തിലേക്ക് പ്രവേശിക്കുന്ന സാധകൻ ആദ്യമായിട്ട് അധ്യയനം ചെയ്യേണ്ടുന്ന ഒരു പ്രകരണ ഗ്രന്ഥമാണ് തത്വബോധം. സ്വാമി പലപ്പോഴും തത്വബോധത്തെക്കുറിച്ച് പറയാറുണ്ട്. ഒന്ന് വേഗത്തിലെങ്കിലും അത് പരിചയപ്പെടുത്തി തരണം എന്ന് പലരും പറയുണ്ടായിട്ടുണ്ട്. നമുക്ക് തോന്നുന്നു ഇനി സമയം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് സ്വാമി വേഗത്തിൽ പറയാം. വളരെ വളരെ ഗുണം ചെയ്യും നിങ്ങൾക്ക് ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ. അപ്പൊ ആദ്യം ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ വേഗം മനസ്സിലാവും എന്താണ് പറയണത് എന്ന് നോക്കാം. തത്വബോധം എന്ന് പറഞ്ഞാൽ തത്വം ബോധിക്കുക എന്നുള്ളതാ. എന്തിനായിക്കൊണ്ടാണ് തത്വബോധം പറയുന്നത് എന്നാണെങ്കിൽ പറയുന്നു, വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. മുമുക്ഷുക്കൾക്ക് അവരുടെ ഹിതത്തിനായിക്കൊണ്ട്, സാധകന്മാര് സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായിക്കൊണ്ട് ഞാനിതാ തത്വബോധം എന്ന പ്രകരണം ആരംഭിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളുടെ പ്രകരണ ഗ്രന്ഥമാണ്. ആദ്യം പഠിക്കേണ്ടുന്ന 1-ാമത്തെ പുസ്തകം എന്ന് പറയാം. 1-ാമത്തെ പുസ്തകം നമ്മൾ പഠിക്കാതെ ഭഗവത്ഗീതയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പം ആരെങ്കിലും ചോദിച്ചാലോ? അതുകൊണ്ട് വേഗത്തിൽ പറയാം. നിത്യാനിത്യ വസ്തു വിവേക ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ ശമാധി ഷഡ്ക സമ്പത്തി മുമുക്ഷുത്വം ച. എന്തൊക്കെയാണ് അത്ര ആദ്യം ഒരു സാധകന് വേണ്ട ഗുണങ്ങൾ പറയുന്നു. നിത്യാനിത്യ വസ്തു വിവേക. കേട്ടോളൂ, ഓരോന്നിനെ ചോദിക്കുന്നുണ്ട്. നിത്യാനിത്യ വസ്തു വിവേക ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ വൈരാഗ്യം. നിത്യവും അനിത്യവും ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഉണ്ടായിരിക്കണം. 1-ാമത്തെ ഗുണമാണ് നിത്യമേത് അനിത്യമേത്. പിന്നെയോ ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ വൈരാഗ്യം. ഇഹ ഇവിടെ, അമുത്ര അവിടെ. ഇവിടെ എന്തെങ്കിലും കുറെ അനുഭവിച്ചു കൂട്ടണമെന്നും അവിടെ പോയാൽ ഇതിന് ഫലം കിട്ടണം, ഏതെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട്ട് വേറൊരു ലോകം, പരലോകത്തില് അതിന്റെ ഫലം അനുഭവിക്കണം എന്ന ചിന്ത ഇല്ലായിക. പിന്നെ പറയുന്നു ശമാധി ഷഡ്ക സമ്പത്തി. ശമ, ദമ, ഉപരതി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഷഡ് സമ്പത്തികൾ വേണം. മുമുക്ഷുത്വം ച, മോക്ഷം വേണം എന്ന ആഗ്രഹം. ഇനി ഇതിനെ വിസ്തരിക്കാൻ പോവുക. ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ഈ പ്രകരണ ഗ്രന്ഥം ഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ശിഷ്യന്റെ ചോദ്യം, 1-ാമത്തെ ഗുരു പറഞ്ഞ പ്രശ്നത്തിന്റെ അതിനുള്ള 1-ാമത്തെ പ്രശ്നം, 1-ാമത്തെ ചോദ്യം ചോദിക്കണു, നിത്യാനിത്യ വസ്തു വിവേക കഹ. എന്താണ് ഗുരു അങ്ങ് പറഞ്ഞ നിത്യാനിത്യ വസ്തു വിവേകം? നിത്യാനിത്യ വസ്തു വിവേകം വേണം എന്ന് പറഞ്ഞുവല്ലോ, എന്താണത്? അതാണ് ചോദ്യം. പറയുന്നു ഉത്തരം ഗുരു, നിത്യവസ്തു ഏകം ബ്രഹ്മ. നിത്യവസ്തു എന്നും എപ്പോഴും നിലനിൽക്കുന്നത് നിത്യവസ്തു. ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ പരിമിതപ്പെടാത്തത്, എപ്പോഴും ഉള്ളത്. അതിനെയാണ് നിത്യവസ്തു ഏകം ബ്രഹ്മ. അത് പലതാണോ? അല്ല, ഏകം, ഒന്നാണ് എന്ന് പറയാം, ബ്രഹ്മ. തദ് വ്യതിരിക്തം, അതിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം സർവം അനിത്യം.
അയമേവ നിത്യാനിത്യ വസ്തു വിവേക. ഇത് തന്നെയാണ് നിത്യാനിത്യ വസ്തു വിവേകം. അപ്പൊ നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറഞ്ഞാൽ നിത്യവസ്തു ഏകം ബ്രഹ്മ എന്നും അത് വ്യതിരിക്തം സർവം അനിത്യം. ഇനി ഇതിലൊന്ന് വിസ്തരിക്കാനുള്ളത്, എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ളത്? ഉത്തരം, അനിത്യമായിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ നാമവും രൂപവും. ഓർത്ത് വെച്ചോളണം. ഇതൊക്കെ ഈ പ്രാഥമികമായിട്ടുള്ള പാഠങ്ങൾ നന്നായി പഠിച്ചു വെച്ചാൽ പിന്നെ വിഷമമുണ്ടാവില്ല ശാസ്ത്രം മനസ്സിലാക്കാൻ. അപ്പൊ നാമരൂപാദികളാണ് അസ്ഥിരമായിട്ടുള്ളത്, നാമവും രൂപവും. അത് മാറിക്കൊണ്ടിരിക്കുന്നത്, അത് നിത്യമല്ല. ഏതും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊരു വൃക്ഷമായിരുന്നു, ആ വൃക്ഷം ആയിരിക്കുന്ന സമയത്ത് അതിനൊരു വൃക്ഷം എന്ന് പേരുണ്ടായിരുന്നു. അതിനെ തടിയോടുകൂടി വെട്ടി ഒരു മരക്കമ്പനിയിൽ ഇട്ട സമയത്ത് അതിന് വേറൊരു പേരായിരുന്നു. അതിന് ഈർന്ന് പലകയാക്കിയ സമയത്ത് വേറൊരു പേരായിരുന്നു. വീണ്ടും അതിനെ മറ്റൊരു രൂപത്തിൽ ഇതാ ഇപ്പൊ അതിന് വേറൊരു പേരാണ്. ഇങ്ങനെ നാമങ്ങളും രൂപങ്ങളും മാറിക്കൊണ്ടിരിക്കും. ഇതിന് വേണമെങ്കിൽ വലിയ കാല് കൊടുത്താൽ അതിന് വേറെ പേരാവും, അതിനെ ചെറുതാക്കിയാൽ വേറെ പേരാവും, അങ്ങനെ പൂട്ടും അടപ്പും ഒക്കെ വെച്ചാൽ അതിന് വേറെ പേരാവും. അങ്ങനെ നാമരൂപാദികൾ വിശ്വത്തിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? അനിത്യമാണ്, നിത്യമല്ല. നിത്യവസ്തു ഏകം ബ്രഹ്മ, തദ്വ്യതിരിക്തം സർവം അനിത്യം. ഇതാണ് അയമേവ, ഇത് തന്നെയാണ് നിത്യാനിത്യ വസ്തു വിവേക. അടുത്ത ചോദ്യം, വിരാഗ കഹ? എന്താണ് വൈരാഗ്യം? വിരാഗ എന്ന് പറഞ്ഞാൽ വൈരാഗ്യം എന്താണ്? പറയുന്നു, ഇഹ സ്വർഗഭോഗേഷു ഇച്ഛാരാഹിത്യം. ഇഹ ഇവിടെ, സ്വർഗഭോഗേഷു സ്വർഗത്തിൽ, ഇവിടെ കുറെ ഭോഗങ്ങൾ അനുഭവിക്കാം. അതുപോലെ സ്വർഗപ്രാപ്തിക്ക്, സ്വർഗം നേടണം എന്ന ആഗ്രഹവും ഇല്ലായ്മ. നമ്മുടെ ദർശനങ്ങളിൽ ആചാര്യന്മാര് ആരംഭത്തിൽ തന്നെ സ്വർഗ താത്പര്യത്തെ നിഷേധിക്കുന്നുണ്ട്. അതിനെ മുളയോടെ നുള്ളുന്നുണ്ട് എന്ന് പറയാം. സ്വർഗത്ത് പോണമെന്നോ ഇവിടെ എന്തെങ്കിലുമൊക്കെ അതിയായ അനുഭവങ്ങൾ അനുഭവിക്കണമെന്നോ ഉള്ള ആഗ്രഹം ഇല്ലായ്മയെയാണ് എന്ത് പറയുന്നത്? വൈരാഗ്യം എന്ന് പറയുന്നത്. വിരാഗ. മലയാളത്തിലെ വൈരാഗ്യമല്ല. മലയാളത്തിലെ വൈരാഗ്യം ശത്രുതയാണ്. വേദാന്തത്തിൽ വൈരാഗ്യം വേണം സത്യം അറിയാൻ എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കും ആളുകൾ. ശരി, തുടർന്ന് ശമാധി സാധനാ സമ്പത്തിക്ക, ശമാധി ഷഡ്ക സമ്പത്തി വേണം എന്ന് പറഞ്ഞല്ലോ. എന്താണത്? പറയുന്നു, ശമ, ദമ, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം ഇതി. എന്തൊക്കെയാണ്? ശമ, ദമ, ഉപരതി അല്ലെങ്കിൽ ഉപരമ, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം ഇതി. 6 സ്വാഭാവികമായിട്ടും ചോദ്യം എന്തായിരിക്കും? ക്ഷമ കഹ? ക്ഷമയല്ലേ? എന്താണ് ക്ഷമ? ക്ഷമ പറയുന്നു, മനോനിഗ്രഹ. മനസ്സിന്റെ നിയന്ത്രണത്തെയാണ് ക്ഷമ എന്ന് പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കുക. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? മനസ്സിനെ നിരീക്ഷിക്കൽ തന്നെയാണ് നിയന്ത്രിക്കൽ. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അനേകം വിചാരങ്ങളുടെ പ്രവാഹം. അതിനെ നിരീക്ഷിക്കുക തന്നെ അതിന്റെ നിഗ്രഹം. അപ്പം ശമകഹ മനോനിഗ്രഹ, മനസ്സിന്റെ നിയന്ത്രണം. ആ മനസ്സിന്റെ നിയന്ത്രണം ഏതു പ്രകാരത്തിൽ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഗീത കേട്ട് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഓർമ്മ വേണം. ഭഗവാനെ സാധ്യമല്ല എന്ന് അർജുനൻ പറഞ്ഞു. വായോരിവ ദുഷ്കരം എന്ന് മനസ്സിനെ മുൻപിൽ വെച്ചു. അസംശയം മഹാബാഹോ, നീ പറഞ്ഞതിൽ സംശയമില്ല എന്ന് ഭഗവാൻ അർജുനന്റെ വാദത്തെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അഭ്യാസേനതു കൗന്ദേയ, ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ സാധ്യമാണ് അർജുന എന്നും പറഞ്ഞു കൊടുത്തു. അപ്പൊ മനോനിഗ്രഹം എങ്ങനെ എന്ന് ഓർമ്മ വേണം. ശരി, ദമകഹ. എന്താണ് ദമ? ശമാദമ ഉപരതി പറഞ്ഞുവല്ലോ. അതിലെ രണ്ടാമത്തെ ദമ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹ. ചക്ഷുരാദി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇത്യാദി ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം എങ്ങനെ? രഥകൽപ്പനയിലൂടെ നമ്മൾ പഠിച്ചു.
എന്ത് സുഖ ഇപ്പം തത്വബോധം പഠിക്കുമ്പം, ഇല്ലേ? രഥകൽപ്പനയിൽ എന്താ പഠിച്ചത്? ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാന്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മനീഷിനഹ പഠിച്ചില്ലേ? എങ്ങനെയാണ് സദശ്വാവിന് വിഷ്ണുപദത്തിൽ പ്രാപിക്കുന്നത്, ദുഷ്ടശ്വാവ് സംസാരത്തിൽ പോകുന്നത്? അപ്പൊ ഈ ഇന്ദ്രിയങ്ങളുടെ നിയമനം, അതിനെ നമ്മൾ ഉദാഹരണ സഹിതം കണ്ടു. റിവിഷനാണ് സ്വാമി വരുന്നത്. വസ്തുവിലാണോ സുഖമിരിക്കുന്നത്, അതോ അനുഭവിക്കുന്ന ആളിലാണോ? സുഖം വസ്തുനിഷ്ഠമാണോ ആത്മനിഷ്ഠമാണോ? എവിടെയൊക്കെ സുഖങ്ങളുടെ സങ്കേതമുണ്ട് നമ്മൾ എണ്ണി എണ്ണി കണ്ടു. എന്താ, വിഷയത്തിന്റെ ഭോഗത്തില്, വിഷയത്തിന്റെ ത്യാഗത്തില്, വിഷയത്തിന്റെ സ്മൃതിയില്, വിഷയത്തിന്റെ കൃതകൃത്യതയില്, വിഷയത്തിന്റെ സമ്പൂർണ്ണ അഭാവത്തില്, പിന്നെ മറന്നുപോയി അഹങ്കാരത്തെ അന്യതാ ധരിക്കുന്നതില്, ഭാരം ഇറക്കി വയ്ക്കുന്നതില്, ഇല്ലേ? ഇത്യാദി പരജന സേവനത്തില്, പരജന ദ്രോഹത്തില് ഒക്കെ നമ്മൾ ഇപ്പൊ ഓർമ്മ വന്നു സ്വാമി. ഇപ്പൊ പരജനദ്രോഹം പറഞ്ഞപ്പോ ഓർമ്മ. ശരിയാ ശരിയാ ശരി. അപ്പൊ വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ വിഷയത്തിന്റെ ഭോഗത്തിൽ സുഖം വർദ്ധിക്കണമായിരുന്നു. പക്ഷേ നമ്മുടെ അനുഭവം നേരെ മറിച്ചാണ്. ഇഷ്ടപ്പെട്ട വിഷയം കൂടുതൽ അനുഭവിക്കുമ്പോൾ ദുഃഖം ഉണ്ടാവുന്നു. വിഷയത്തിലായിരുന്നു സുഖമെങ്കിൽ വിഷയത്തിന്റെ സമ്പൂർണ്ണ അഭാവത്തിൽ ദുഃഖം തോന്നണമായിരുന്നു. നിദ്രയിൽ സുഖമാണ്, ഒരു വിഷയവുമായിട്ട് ഒരു സമ്പർക്കവുമില്ല. അപ്പൊ സുഖം വസ്തുനിഷ്ഠമല്ല, ആത്മനിഷ്ഠമാണ്. ഞാനാണ് സുഖം കൽപ്പിക്കുന്നത്, ഞാനാണ് കേന്ദ്രം എന്ന തിരിച്ചറിവില് ഒരുവൻ ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്യുമ്പം അതിനെ എന്തു പറയും? ദമ എന്ന് പറയും. അതിന് നമ്മൾ കഠോപനിഷത്തിലെ മന്ത്രം കണ്ടു. പരാഞ്ചികാനി വിതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുഹു അമൃതത്വമിച്ചാൻ. പ്രപഞ്ച സൃഷ്ടി നടത്തിയ വിധാതാവ് തന്നെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്കാക്കിയിട്ടാണ് സൃഷ്ടിച്ചത്. അതിലൂടെ തന്നെ ഒരുവൻ അന്തരാത്മാവിനെ കാണുന്നില്ല, പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കശ്ചിത് ധീര, ഒരു ധീരൻ അന്തരാത്മാവിനെ കണ്ടു. അന്തരാത്മാവിനെ കണ്ടു. എങ്ങനെ? ഐക്ഷത്, കണ്ടു. എങ്ങനെ? ആവൃത്ത ചക്ഷുഹു, കണ്ണുകളെ ഉള്ളടക്കി എന്ന് പറയാം. എന്താണ്? അവൻ ശമദമാദികളിലൂടെ അവനത് നേടി. അപ്പൊ ദമ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഓർമ്മ വേണമെന്ന് പറയും. തുടർന്ന് ചോദിക്കുന്നു, ഉപരമ കഹ, എന്താണ് ഈ ഉപരമം എന്ന് പറഞ്ഞാൽ? സ്വധർമ്മം അനുഷ്ഠാനമേവ, സ്വന്തം ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ വേണം ഈ സത്യം അറിയാൻ എന്നുള്ളത്. ഇവിടെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ഓരോരുത്തർക്കും ഓരോരോ ധർമ്മമുണ്ട്. പരധർമ്മോ ഭയാവഹ, ഇല്ലേ? പരന്റെ ധർമ്മം സ്വീകരിച്ചുകൊണ്ടല്ല ഈ സത്യം അറിയേണ്ടത്. നാം എവിടെ, ഏത് ചുറ്റുപാടില്, ഏത് വീട്ടില്, ഏത് ദേശത്ത്, ഏത് കാലത്ത്, ഞാൻ ആ ബുദ്ധന്റെ സമയത്ത് ജനിച്ചില്ലല്ലോ, ഇല്ലേ? ഞാൻ ആനന്ദനായില്ലല്ലോ, അങ്ങനെയൊന്നും ചിന്തിക്കുക വേണ്ട. ഇതാ ഇപ്പം ഇവിടെ. ഇത് കലികാലത്തിൽ നടക്കുമോ? കലികാലം എന്നൊക്കെ ആരാ പറഞ്ഞത്? നമ്മൾ പറയുന്നതല്ലേ. തുടർന്ന് ചോദിക്കുന്നു, തിദിക്ഷ ക, എന്താണ് തിദിക്ഷ? ഭഗവാൻ അർജുനൻ ആദ്യം ഉപദേശിച്ചത് ഇതാണ്. താൻ തിദിക്ഷസ്വ ഭാരത പറയുന്നു. എന്താ തിദിക്ഷ? ശീതോഷ്ണ സുഖ ദുഃഖാദി ദ്വന്ദ്വ സഹിഷ്ണുത്വം. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ഇങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ, വിപരീതങ്ങളെ സഹിക്കുക എന്നതിനെയാണ് തിദിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ അതുമായിട്ട് യുദ്ധം ചെയ്യണ്ട. എന്തൊരു ചൂടാണ്, ഈ നശിച്ച നാട് നന്നാവില്ല, ഈ എന്തൊരു തണുപ്പാണിത്, ഇല്ലേ, ഈ എന്തൊരു ഒഴിവാക്കുക, ഇല്ലേ? പകരം പൂർവികന്മാർ പറയുന്ന നല്ലത് വെക്കുക, നല്ല ചൂട്, നല്ല തണുപ്പ്, അല്ലേ, നല്ല വിശപ്പ്, നല്ല ദാരിദ്ര്യം, അതെ, എല്ലാം നല്ലതിരിക്കട്ടെ. കാണുക, എല്ലാറ്റിനെയും നോക്കി കാണുക. പലതും നമ്മൾ പറയുന്ന കൂട്ടത്തിൽ ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയും, വേഴ്സ്റ്റ് ക്ലൈമറ്റ് എന്ന്, അല്ലേ, പറയാറില്ലേ? അതൊരു ശരിയായ പ്രയോഗമേ അല്ല. അതി ശൈത്യമാണെങ്കിലും അതി ഉഷ്ണമാണെങ്കിലും അത് കാലാവസ്ഥയാണ്. അതിനെ അതുപോലെ സ്വീകരിക്കാൻ പഠിക്കണം. നമ്മളിവിടെ വേഴ്സ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. പ്രകൃതിയുടെ ക്രൂര താണ്ഡവം, എന്ത് താണ്ഡവം, അല്ലേ? അപ്പൊ അതിനെ അതുപോലെ സ്വീകരിക്കുക എന്നുള്ളതാണ്
തിദീക്ഷ. ആഗമാപായിന അനിത്യാഹ. ഭഗവാൻ അവിടെ പറഞ്ഞു, താൻ തിദീക്ഷസ്വ ഭാരത. എന്തുകൊണ്ട്? അർജുന, ഇതെല്ലാം വരുന്നതും പോകുന്നതുമാണ്. ഈ ഗീത എത്ര കേട്ടിട്ട് തത്വബോധം പഠിക്കുമ്പോൾ നല്ല വേഗത്തിൽ അങ്ങോട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതൊരു മാസം വേണം. ഇല്ലേ? എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇനി മുൻപിലേക്ക് പോവാം. ശ്രദ്ധ കീദൃശി. എന്താണ് ശ്രദ്ധ? പറയുന്നു, ഗുരു വേദാന്ത വാക്യ വിശ്വാസ ശ്രദ്ധ. വിവേക ചൂടാമണിയിൽ പറയുന്നു, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ. ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യത്തിലുമുള്ള ശ്രദ്ധ അത് ശരിയാണോ എന്ന് അത് അനുഭവപ്പെടുത്താൻ പറ്റുമോ എന്നൊന്നൊരു തീരുമാനം കൈക്കൊള്ളൽ തന്നെ. പരീക്ഷിക്കാൻ തയ്യാറാവുക, വെറുതെ ഇതൊക്കെ പൊട്ടത്തരം എന്ന് പറയാതെ. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സമാധാനം കിം? ശമാധമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം കിം? അതാണ് ഞങ്ങൾക്ക് ഇല്ലാത്തത്. എന്നാ കേട്ടോളൂ. സമാധാനം കിം? ചിത്ത ഏകാഗ്രത. ചിത്തത്തിന്റെ ഏകാഗ്രത, ബുദ്ധി മനസ്സിന്റെ ഏകാഗ്രത, ഏകമായ ഭാവം. വേറൊരു പ്രകാരത്തിൽ പറയുന്നു വിവേക ചൂടാമണിയിലെ, ചിത്തസ്യ അഗ്രേ ഏകവസ്തു വിഷയകത്വം. മനോബുദ്ധിയുടെ അഗ്രത്തിൽ ഒരൊറ്റ ചിന്ത. പല ചിന്ത കടന്നുകൂടുമ്പോഴല്ലേ സമാധാനം പോകുന്നത്. വലിഞ്ഞു കയറി വരുന്ന ചിന്തകളുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ സമാധാനം ഉണ്ടാവില്ല. ചിന്തകൾ താൽക്കാലികമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. ഞാൻ സ്ഥിരമാവും. ഓർക്കുക, ആകാശം, മേഘങ്ങള്. ആകാശമാണ് ഞാൻ, സ്ഥിരമാണ് ഞാൻ. മേഘങ്ങൾ ക്ഷണികമാണ്. മേഘമാണ് ഞാനെന്ന് കരുതിയാൽ സമാധാനം കിട്ടില്ല. പല മേഘങ്ങളാണ് ഞാൻ കരുതിയാലോ പിന്നെ ഒട്ടും ഉണ്ടാവില്ല സമാധാനം. ഒരുപാട് പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ് ഇപ്പൊ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. മോളുടെ പരീക്ഷ, അതിനിപ്പോ നിങ്ങൾക്ക് എന്താ? അല്ല എന്നാലും എന്താ? എന്നാലും ഭർത്താവിന് ട്രാൻസ്ഫർ ആവുമെന്ന് പറയുന്നു, അപ്പൊ അതും ഒരു പ്രശ്നം. അടുത്ത വീട്ടുകാരന് എന്തോ ഭ്രാന്ത് വന്നു എന്ന് പറയുന്നു, അതൊരു പ്രശ്നം. അയാൾ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മരുമകൾ പ്രസവിക്കുക, ആ കുട്ടി എന്ത് കുട്ടി? 2 കുട്ടി ഉണ്ടാവുക, അതോ ഒന്നായിരിക്കും? അതിനി എന്തായിരിക്കും? ഏതായിരിക്കും? ഇങ്ങനെ ഒരുപാട്. അടുത്ത വീട്ടിലെ കാര്യം, ആ കാര്യം, ഈ കാര്യം, ഒരുപാട് മേഘങ്ങൾ ഞാനാണെന്ന് കരുതിയിരിക്കണം. എന്നാ ഞാൻ ആരാണ്? എന്താണ് ചിത്തസ്യ അഗ്രേ ഏകവസ്തു വിഷയകത്വം? അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ നിത്യോഹം നിരവധ്യോഹം നിരാകാരോഹമച്യുതഃ അനന്താനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ അഹമേവ അഹം അഹം അവ്യയഃ. ഇതാണ് സമാധാനം. ചിത്തത്തിന്റെ അഗ്രത്തിൽ ഇത് മാത്രം. ഇതിൽ നിന്നൊഴിഞ്ഞ് എന്തൊക്കെ വന്നു ചേർന്നാലും സമാധാനം കിട്ടില്ല. മുമുക്ഷുത്വം കിം? എന്താണ് മോക്ഷം? മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷോമേ ഭൂയാത് ഇത് ഇച്ഛ. മോക്ഷോമേ ഭൂയാത് ഇത് ഇച്ഛ. എനിക്ക് മോക്ഷം വേണം എന്ന ചിന്ത. ഇതൊരു സ്വാർത്ഥതയല്ലേ സ്വാമി? അല്ല എന്ന് പറയാം. ഇത് മാത്രമേ ഉള്ളൂ സ്വാർത്ഥതയെ ഇല്ലാതെയാക്കുന്നത്. അത് എനിക്ക് സ്വതന്ത്രനാകണം. ഏതിൽ നിന്ന്? എല്ലാറ്റിൽ നിന്നും. അപ്പൊ ഇപ്പൊ ഞാൻ ഏതിലൊക്കെയോ ഇരിക്കുന്നുണ്ട്. എന്തിലൊക്കെയാണ്? എനിക്ക് സ്വതന്ത്രനാകാൻ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു. എന്താ? ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ദോഷം വർജിതം. പിന്നെന്ത് വേണം? ദേശകാല വിഷയാദി വർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ജാതി, നീതി, കുല, ഗോത്ര, ദൂരകം, നാമരൂപ, ഗുണദോഷവർജിതം. ദേശകാല വിഷയാദി വർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ആത്മനി ഭാവയ. ആത്മാവിൽ ഭാവന ചെയ്യൂ. എന്താ? ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ഇതൊക്കെ എന്താണ്? വർജിതം, ഉപേക്ഷിക്കണം എന്ന് പറയാം. ഇതിനാണ് ഇന്നിട്ടോ തത്വമസി, അത് നീയാകുന്നു. ഇത് ഭാവയ, അത് ഭാവന ചെയ്യൂ. അഹം ബ്രഹ്മാസ്മിയിലെത്തണം. അതാണ് സ്വാതന്ത്ര്യം. പിന്നെ പറഞ്ഞുവല്ലോ സാധന, ഇത് സാധന ചതുഷ്ടയം. ഇതാണ്
സാധന ചതുഷ്ടയം. മോക്ഷോമേ ഭൂയാത് ഇത് ഇച്ഛ. മോക്ഷോമേ ഭൂയാത് ഇത് ഇച്ഛ. എനിക്ക് മോക്ഷം വേണം എന്ന ചിന്ത. ഇതൊരു സ്വാർത്ഥതയല്ലേ സ്വാമി? അല്ല എന്ന് പറയാം. ഇത് മാത്രമേ ഉള്ളൂ സ്വാർത്ഥതയെ ഇല്ലാതെയാക്കുന്നത്. അത് എനിക്ക് സ്വതന്ത്രനാകണം. ഏതിൽ നിന്ന്? എല്ലാറ്റിൽ നിന്നും. അപ്പൊ ഇപ്പൊ ഞാൻ ഏതിലൊക്കെയോ ഇരിക്കുന്നുണ്ട്. എന്തിലൊക്കെയാണ്? എനിക്ക് സ്വതന്ത്രനാകാൻ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു. എന്താ? ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ദോഷം വർജിതം. പിന്നെന്ത് വേണം? ദേശകാല വിഷയാദി വർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ജാതി, നീതി, കുല, ഗോത്ര, ദൂരകം, നാമരൂപ, ഗുണദോഷവർജിതം. ദേശകാല വിഷയാദി വർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ആത്മനി ഭാവയ. ആത്മാവിൽ ഭാവന ചെയ്യൂ. എന്താ? ജാതി, നീതി, കുലം, ഗോത്രം, നാമം, രൂപം, ഗുണം, ഇതൊക്കെ എന്താണ്? വർജിതം, ഉപേക്ഷിക്കണം എന്ന് പറയാം. ഇതിനാണ് ഇന്നിട്ടോ തത്വമസി, അത് നീയാകുന്നു. ഇത് ഭാവയ, അത് ഭാവന ചെയ്യൂ. അഹം ബ്രഹ്മാസ്മിയിലെത്തണം. അതാണ് സ്വാതന്ത്ര്യം. പിന്നെ പറഞ്ഞുവല്ലോ സാധന, ഇത് സാധന ചതുഷ്ടയം. ഇതാണ് സാധന ചതുഷ്ടയം. തുടർന്ന് ചോദിക്കുന്നു, തതഃ തത്വവിവേകസ്യ അധികാരിണഃ ഭവന്തി. അനന്തരം തത്വവിവേകത്തിന് അധികാരിയായി ഭവിക്കുന്നു. ശരി, പോലീസിൽ ഒരാളെ എടുക്കണമെങ്കിൽ അയാൾ അതിന് അധികാരിയാവണമല്ലോ. എന്താ അയാളുടെ അധികാരിത്വം? ഇന്നെന്ന യോഗ്യതയൊക്കെ വേണം. മസിൽ ഇത്ര ഉണ്ടായിരിക്കണം, അല്ലേ? ഇത്ര നീളം, ഇത്ര വണ്ണം, അല്ലേ? ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് ഒക്കെ നോക്കും. അതാണ് ഒരാളുടെ പോലീസിലേക്കും പട്ടാളത്തിലേക്കും ഒക്കെ ഉള്ള യോഗ്യത. എന്നാൽ ഒരു ഡോക്ടർ ആവാൻ ഈ യോഗ്യത വേണോ? ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് വേണ്ട. എഞ്ചിനീയർ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർക്ക് കാലുപോലും വേണമെന്നില്ല. പക്ഷെ പോലീസിന് അത് പറ്റില്ല എന്ന് പറയും. അപ്പൊ ഓരോന്നിന് അധികാരി ഭേദം എന്ന് പറയും. അപ്പൊ ഇവിടെ ശാസ്ത്രത്തിൽ ഈ സത്യം തെളിഞ്ഞു കിട്ടാൻ ഒരധികാരിത്വമുണ്ട്. വില്ലേജ് അധികാരിയല്ല. ഈ അധികാരിയ, ഈ ഗുണങ്ങളുള്ളവൻ ആരോ അവൻ തത്വവിവേകസ്യ അധികാരിണഃ ഭവന്തി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയാണോ ഇവൻ, പുരുഷനാണോ, ഇന്ന ജാതിയിൽ ജനിച്ചവനാണോ, ഇന്ന ഇതാണ് തത്വവിവേകത്തിനുള്ള അധികാരിത്വം, സാക്ഷിപത്രം. ഇത് കിട്ടിയ അപ്പം നിങ്ങൾക്ക് തത്വവിവേകം ഒപ്പിട്ട് തരും. എന്നാ ശരി, മുന്നോട്ട് പോവാം. തത്വവിവേക കഹ, അതാണ് ഇപ്പൊ അടുത്ത ചോദ്യം. എന്താണ് ഈ തത്വവിവേകം? നിങ്ങൾ ഈ പറയുന്ന തത്വവിവേകം എന്ന് പറഞ്ഞാൽ എന്താ? ശരി, തത്വവിവേകം എന്താണ്? പറയുന്നു, ആത്മാ സത്യം. ആത്മയാണ് സത്യം. പിന്നെയോ തദന്യത് സർവം നിത്യ ഇതി. അതിൽ നിന്ന് അന്യമായതെല്ലാം നിത്യ. അടുത്ത ചോദ്യം എന്തായിരിക്കും? പറയൂ. ഒരു ശിഷ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ചോദിക്കട്ടെ. ആത്മാ ക, അത് തന്നെ. എന്താണ് ഈ ആത്മാ? ആത്മാ കഹ ആത്മാ. എന്താണ് ആത്മാ? പറയുന്നു, ശരിക്കും കേട്ടോളൂ. ആത്മാവിനെ കുറിച്ചാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. അപ്പൊ ഈ സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരം എന്ത് എന്നൊക്കെ ചോദ്യം ഉണ്ടാവണം. ഉള്ളിൽ ഇപ്പോഴേ അടുക്കി വെച്ചോളണം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. 3 ശരീരങ്ങളാണ് നമുക്കുള്ളത്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇപ്പൊ നമ്മൾ വിചാരിച്ച ഒന്നേ ഉള്ളൂ എന്ന്. അല്ല, 3 എണ്ണം ഉണ്ട്. ആ 3നെയും വിസ്തരിക്കും. പിന്നെയോ പഞ്ചകോശാതീത. പിന്നെയോ 5 കോശങ്ങളുണ്ട്. ഇപ്പൊ 3 ശരീരങ്ങളിൽ നിന്ന് ഭിന്നമായതും പഞ്ചകോശാതീത, 5 കോശങ്ങളിൽ നിന്ന് 5 അറകൾ, 5 ഉടുപ്പുകളുണ്ട് എന്ന് പറയാം. ഈ ഉടുപ്പ് കൂടാതെ 5 കോശങ്ങളിൽ അതീതമായതും അവസ്ഥാത്രയ സാക്ഷി. 3 അവസ്ഥകൾക്ക് സാക്ഷിയായിട്ടുള്ളവൻ. 3 അവസ്ഥകൾ: ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. സാക്ഷി എന്ന് പറഞ്ഞാൽ കാണുന്നവൻ.
എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയിൽ ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ രുചിച്ചു, ഞാൻ സ്പർശിച്ചു, ഞാൻ ഘ്രാണിച്ചു. ഇതാണ് ജാഗ്രത അവസ്ഥയിലെ സാക്ഷിഭാവം. സ്വപ്നാവസ്ഥയിൽ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി, സാക്ഷിഭാവത്തിൽ കണ്ടു. സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്നും ഞാൻ അറിഞ്ഞു. ഇതാണ് അവസ്ഥാത്രയ സാക്ഷി. ഈ ആത്മാവിനെ, ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മളിലുള്ള ഒരു ആത്മാവിനെ കുറിച്ച്. പക്ഷെ ഇന്ന് നമ്മൾ അതിനെ പൂർണ്ണമായി അവഗണിച്ചിരിക്കുക. സച്ചിദാനന്ദ സ്വരൂപ. മൂപ്പരുടെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാലോ, സച്ചിത് ആനന്ദം. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം. സന്ന്, അങ്ങനെ യാതൊന്ന് യഹ് തിഷ്ഠതി, യാതൊന്ന് നിലനിൽക്കുന്നുവോ സ ആത്മാ, അതിനെയാണ് ആത്മാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടോ? എന്താ സംശയം? ഇല്ലേ? ഇല്ലേ? നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ട്. ആരാണവൻ? ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ഉറങ്ങി സ്വാമി. അപ്പൊ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ നിങ്ങളൊരറിവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അത് ശരിയാ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു സ്വാമി. അതെയോ? അതാര് പറഞ്ഞു? ആരോ മാറി നിന്ന് കണ്ടു ആ സ്വപ്നത്തെ. ഞാൻ ഇന്നലെ സ്വാമിയെ കണ്ടു, വേഗത്തിൽ കാർ ഓടിച്ചു പോണ്. അതെ, ഇതേ ഞാൻ തന്നെയാണ് 3 കാര്യങ്ങളെ കാണുന്നത്. ഈ ഞാനിനെ കുറിച്ച്, ഈ ഞാനിന് വല്ല ധാരണയുണ്ടോ? എന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ നിന്നെ ശരിയാക്കി തരാമെന്ന്. അപ്പൊ ഏതൊരു ഞാനിനെയാണ് ഞാൻ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞത്? ആ ഞാനല്ല യഥാർത്ഥ ഞാനെന്ന് ഞാനിന് എന്നാണോ ബോധ്യമാകുന്നത്, അന്ന് മാത്രമേ ഞാൻ ധൃതരാഷ്ട്രനിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളൂ. അതുവരെ ആ ഞാനാരാണ്? ധൃതരാഷ്ട്രൻ. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ ഞാനല്ല. ആ ഞാനിൽ നിന്ന് ഈ ഞാനിലേക്ക് കുറച്ചൊരു ദൂരമുണ്ട്. വളരെ ദൂരമുണ്ടോ എന്ന് ചോദിച്ചാൽ ദൂരമില്ല. അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ദൂരമുണ്ട്. അന്വേഷിച്ചാലോ അത് ഞാൻ തന്നെയാണ്. തദ്ദൂരെ തദന്തികെ ഉപനിഷത്ത് പറഞ്ഞല്ലോ. അത് ഈ ഞാനിനെ കുറിച്ചാണ്. അന്വേഷിക്കാത്തിടത്തോളം കാലം വളരെ ദൂരത്ത്, അന്വേഷിക്കുമ്പോഴോ അത് ഞാൻ തന്നെ. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സന് യതിഷ്ഠതി സ ആത്മാ. അപ്പൊ അടുത്ത ചോദ്യം, സ്ഥൂല ശരീരം കിം? സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര തടിച്ച ശരീരം എന്നല്ല. സ്ഥൂലം എന്ന് പറഞ്ഞാൽ തടിച്ചത് എന്നൊക്കെയാണ്. ചോദ്യം, സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരം പറയണു, പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം. പഞ്ചീകരണം പറഞ്ഞു. പഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം. പഞ്ചീകരിക്കപ്പെട്ട പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിത. കൃതം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ടത്, പഞ്ചമഹാഭൂതങ്ങളാൽ. പിന്നെയോ സത്കർമ്മജന്യം, സത്കർമ്മങ്ങളുടെ ഹേതുവായതും. നമ്മുടെ സ്ഥൂല ശരീരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സുഖദുഃഖാദി ഭോഗായതനം, സുഖം ദുഃഖം ഇങ്ങനെയുള്ള ഭോഗങ്ങളെ അനുഭവിക്കാനുള്ളതും. അപ്പൊ അവിടെ ദുഃഖം വേണ്ട എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതും കൂടെ അനുഭവിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളതായത്. അപ്പൊ സുഖദുഃഖാദി ഭോഗായതനം ശരീരം. ആ ശരീരത്തില് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് പറയണു. അസ്ഥി, അസ്ഥി എന്ന് പറഞ്ഞാൽ എല്ല് എന്നല്ല, ഉണ്ട്, ഉണ്മ, അസ്ഥി. ജായതേ, വർദ്ധതേ, വർദ്ധിക്കുന്നു. വിപരീണമതേ, മാറ്റങ്ങൾ സംഭവിക്കണു. ശിശുവായി, ശിയും ശിവയുള്ള കാലം, പിന്നെ വലുതായി, പിന്നെ യുവാവായി, യുവതിയായി, വൃദ്ധനായി, ഇങ്ങനെ വിപരീണമതേ. അപക്ഷീയതേ, ഇതാ തലയും ഒക്കെ നരച്ചുകൊണ്ടിരിക്കുന്നു. തല നരച്ചിരിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. എന്തോ ആവട്ടെ. അപക്ഷീയതേ. ഇന്നലെ ഒരു തമാശ വായിക്കുകയായിരുന്നു. കുറച്ചൊരു പ്രായമുള്ള ഒരാള് ഒരു കല്യാണം കൂടെ കഴിച്ചു എന്നാ, 2 കല്യാണം കഴിച്ചു. അപ്പൊ പുതിയ ഭാര്യ കുറച്ച് ചെറുപ്പമായിരുന്നു. അവര് ഇദ്ദേഹത്തിന്റെ ഈ വെള്ളമുടിയൊക്കെ പറിച്ചെടുക്കും അത്ര. അപ്പൊ പഴയ ഭാര്യ വന്നിട്ട് കറുപ്പ് പറിച്ചെടുക്കാൻ തുടങ്ങിയെന്ന്, അവരുമായിട്ട് സമത്വം പ്രാപിക്കാൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞ അദ്ദേഹത്തിന് വലിയ
പറയണു. വിപരീണമതെ, ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കണം. അപക്ഷീയതെ, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. വിനശ്യതി, ഒരു ദിവസം നശിക്കുന്നു. ഇത് ഷഡ്വികാരവത് സ്ഥൂല ശരീരം. ഇപ്രകാരം 6 വികാരങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ ശരീരം. ഇതുപോലും അറിയാതെ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ ശരീരത്തിന് 6 വികാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ 6 വികാരങ്ങൾ? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഇതാണ് സ്ഥൂല ശരീരം. അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മ ശരീരം കിം? എന്താണ് സൂക്ഷ്മ ശരീരം? അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം. പഞ്ചീകരിക്കപ്പെടാത്ത മഹാഭൂതങ്ങളാൽ എന്ന് പറഞ്ഞാൽ തന്മാത്രകൾ, അത് മാത്രമായി നിലനിൽക്കുന്നത്. പഞ്ചീകരണത്തിന് വിധേയമായതും പഞ്ചീകരിക്കാത്തതും കണ്ടുവല്ലോ. ഇന്നലത്തെ ബ്ലാക്ക് ബോർഡ് ഒന്നുകൂടെ സങ്കല്പിച്ചോളൂ. സ്വാമി അധികം കുഴക്കില്ല. പഞ്ചീകരിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഓരോന്നും ചേരാത്തത്, അത് മാത്രമായി നിലനിന്നതിൽ നിന്ന് അപഞ്ചീകൃതം എന്ന് പറഞ്ഞാൽ പഞ്ചീകരിക്കാത്തത്. അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹി കൃതം. അങ്ങനെയുള്ള പഞ്ചമഹാഭൂതങ്ങളാൽ കൃതം ചെയ്യപ്പെട്ടതും സത്കർമ്മജന്യം, നേരത്തെ പറഞ്ഞ സ്ഥൂല ശരീരം പോലെ തന്നെ സത്കർമ്മജന്യമായിട്ടുള്ള സത്കർമ്മത്തിന്റെ ഫലമായി കിട്ടിയതും സുഖദുഃഖാദി ഭോഗായതനം, അവിടെയും സുഖദുഃഖാദികളുടെ ഭോഗത്തിനായിക്കൊണ്ടുള്ളതും പഞ്ചജ്ഞാനേന്ദ്രിയാണി, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ശബ്ദസ്പർശരസ രൂപഗന്ധങ്ങളെ അറിയുക. പഞ്ചകർമ്മേന്ദ്രിയാണി വാക് പാണി പാദപായു ഉപസ്ഥം ഇത്യാദി പഞ്ചകർമ്മേന്ദ്രിയാണി പഞ്ചജ്ഞാനേന്ദ്രിയാണി. പഞ്ചപ്രാണാദയ, പഞ്ചപ്രാണന്മാർ എന്ന് പറഞ്ഞാൽ പ്രാണ, അപാന, വ്യാന, ഉദാന, സമാന. അങ്ങനെ പഞ്ചപ്രാണന്മാര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പറയാം. എന്നാലും ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ആ സമയത്ത് വേഗത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോവാലോ. പഞ്ചപ്രാണാദയ, ഇങ്ങനെ പഞ്ചപ്രാണന്മാരും. മനശ്ച ഏകം, ഒരു മനസ്സ്. ബുദ്ധിഹീച്ച, ഉണ്ടെങ്കിൽ അതും ബുദ്ധി. ഏക ഏവം, ഇങ്ങനെ ഈ ഇത് രണ്ടും കൂടിയിട്ട് സപ്തദശാകലാഭിഹി, 17 കലകളോട് കൂടിയിട്ടുള്ള, സപ്തദശ എന്ന് പറഞ്ഞാൽ 17 കലകൾ. ഏതൊക്കെയാണ്? എണ്ണിയെടുത്തോളൂ. പഞ്ചജ്ഞാനേന്ദ്രിയാണി പഞ്ചകർമ്മേന്ദ്രിയാണി പഞ്ചപ്രാണാദയ. എത്ര ആണികളായി? 10 ആണി, പിന്നെ 5 മനസ്സേകം ബുദ്ധിശ്ചേകം. മനസ്സ് ബുദ്ധി റെഡിയായോ? ഏകായേവം സപ്തദശാകലാഭിഹി സഹ, യാതൊന്നാണോ തിഷ്ഠതി, യാതൊന്ന് നിലനിൽക്കുന്നുവോ, തത് സൂക്ഷ്മ ശരീരം, അതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത്. ഇതും നമുക്കുണ്ടല്ലോ, ഉണ്ട് എന്ന് പറയാം. ശ്രോത്രം ത്വക് ചക്ഷു രസന ഘ്രാണം ഇതി പഞ്ചജ്ഞാനേന്ദ്രിയാണി. എന്താണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് സംശയം ഉണ്ടെങ്കിൽ അത് പറയാം. ഇനിയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെ എല്ലാം. പറയണു, ശ്രോത്രസ്യ ദിഗ് ദേവത. ശ്രോത്രസ്യ, കാതിന്റെ ദേവൻ ആരാണ്? ആകാശം. ഇതൊരു ശുദ്ധമായ സയൻസാണ്. സ്പേസിലാണ് ഈ കാത്. അതുകൊണ്ടാണ് നമ്മുടെ കാത് ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലാണ് സ്പേസ് ഉണ്ട്. ഇവിടെ ആകാശത്തിൽ എന്തുണ്ട്? ആകാശമുണ്ട് എന്ന് പറയാം. ആകാശത്തിലാണ് ഇത് കേൾവി സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ കാതിന് ഒരധിഷ്ഠാന ദേവനുണ്ട്. ഭാരതീയ ഋഷി മനസ്സ് ഈ നമ്മെ നിർമ്മിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഭൂതങ്ങളെ കൊണ്ടാണ്. ഈ ഭൂതങ്ങളോട് നമുക്കൊരു വിധേയത്വമുണ്ട്, ഒരു പാരസ്പര്യമുണ്ട് എന്ന് പറയാം. ആ പാരസ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ആദ്യം. അല്ല എന്തെങ്കിലും പൊട്ടത്തരം പറയുന്നതല്ല, ഒരു ശുദ്ധ സയൻസാണെന്ന് പറയാം. അപ്പൊ കാതിന്റെ, ചെവിയുടെ രക്ഷാദേവത ആകാശമാണ്. അതുകൊണ്ട് കഥന പൊട്ടിക്കുന്നിടത്ത് അധികം അടുത്ത് പോയി നിൽക്കരുത്. ഇതിന്റെ എന്താ പറയാ, ഡയഫ്രം തന്നെ പോയി പോകുമെന്ന് പറയാം. അപ്പം അതുപോലെയോ ത്വജോ വായു, ത്വക്കിന്റെ ദേവത വായുവാകുന്നു. വായു. അപ്പൊ ഈ സ്പർശം അറിയാത്തവർക്ക് അത് കാറ്റടിച്ചാലൊന്നും അറിയില്ല, ഊതി നോക്കിയാലൊന്നും അറിയില്ല, അല്ലേ? സംശയം തീർക്കാൻ വേണമെങ്കിൽ നോക്കിക്കോ. അപ്പൊ അതില് നമ്മൾ ഊതുന്ന സമയത്ത്
ചൂടുള്ള വായുവായിരിക്കും ഇല്ലേ? ഊതുമ്പോ കുറച്ചൊരു ഇതുണ്ടാവും എന്ന് പറയാം. അങ്ങനെ വായുവാണ്, വായുവിനെ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് അത് പറയാൻ പോകുന്നുണ്ട് ഇനി. അപ്പൊ അതിനൊരു അധിഷ്ഠാന ദേവതയുണ്ട്. അതെന്താണ്? വായുവാണ്. ത്വജോ വായു, ത്വക്കിന്റെ ദേവത വായുവാകുന്നു. ചക്ഷുഷ സൂര്യ, കണ്ണിൻ്റെതോ സൂര്യൻ. സൂര്യന്റെ അഭാവത്തിൽ കാഴ്ചകളൊന്നുമില്ല എന്ന് പറയാം. രസനായ വരുണ, രസനയുടെ ദേവൻ. രസമറിയുന്നത് വരുണൻ. വരുണം സമുദ്രം, ജലം. അതുകൊണ്ട് എല്ലാ രസവും അറിയുന്നത് ആരാണ്? ജലമുണ്ടെങ്കിലേ, ആ സലൈവ ഉണ്ടെങ്കിലേ രസം അറിയുള്ളൂ. ഘ്രാണസ്യ അശ്വിനവും, ഘ്രാണസ്യ നാസികയുടെ ദേവത അശ്വിനവും ഭൂമിയാണ്. ഭൂമിയുടേതാണ് ഗന്ധം. എല്ലാ ഗന്ധവും ആവിർഭവിക്കുന്നതും തിരോധാനം ചെയ്യുന്നതും ഭൂമിയിലാണ്. അത് ദുർഗന്ധമാകട്ടെ സുഗന്ധമാകട്ടെ. അപ്പൊ നാസികയുടെ ദേവൻ അതാണ്. അശ്വിനി ദേവതകൾ എന്നാണ് പറയുക. അത് ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു. അശ്വിനി രണ്ടുപേരാ, അത് രണ്ട് ദ്വാരമുള്ളത് കൊണ്ടാണ്. ഇത് ജ്ഞാനേന്ദ്രിയ ദേവത. ഇപ്രകാരം ജ്ഞാനേന്ദ്രിയത്തിന്റെ ദേവതകളെ കൽപ്പിച്ചിരിക്കുന്നു. ദേവതാ സങ്കല്പം ഇങ്ങനെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണെന്ന് പറയാം. അതുകൊണ്ട് ഈ ദേവന്മാരുടെ ദോഷം എന്നൊക്കെ പറയാ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ദോഷമാണ്. വായുദോഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ. ഇനി ഓരോന്നിന്റെ വിഷയങ്ങൾ പറയുന്നു. ശ്രോത്രസ്യ വിഷയ ശബ്ദഗ്രഹണം. ശ്രോത്രത്തിന്റെ വിഷയം, കാതിന്റെ വിഷയം എന്താണ്? ശബ്ദഗ്രഹണം. ശബ്ദത്തെ ഗ്രഹിക്കുക എന്നതാണ്. അത്രയേ ഉള്ളൂ. ശ്രോത്രം ചെയ്യുന്നത് ശബ്ദത്തെ ഗ്രഹിക്കുക മാത്രമാണ്. വളരെ ഇതിന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സും കൂടെ ചേർക്കുമ്പോഴേ ഈ കുഴപ്പമുണ്ടാവുന്നു. അവൻ അങ്ങനെയാ പറഞ്ഞതില്ലേ, ഞാനത് അത്രയും കൊണ്ട് നീ പറഞ്ഞത് ഏതായാലും നന്നായി. ആദ്യം എന്താ കേൾവി മാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേയാൾ പറഞ്ഞു കൊടുത്തു, മനസ്സിലായ നിനക്ക് എന്താ പറഞ്ഞത്? ഇല്ല, അതിന്റെ അർത്ഥം ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രോത്രസ്യ വിഷയ ശബ്ദഗ്രഹണം. അതൊന്നും കൽപ്പനകൾ ഉണ്ടാക്കുന്നില്ല. ശ്രോത്രം ഒരിക്കലും നിറം ചേർക്കുന്നില്ല. കേൾവിയിൽ നിറം ചേർക്കുന്നത് മനസ്സാണ്. ഓരോന്നിന്റെ വിഷയങ്ങൾ പറയുന്നു. ശ്രോത്രസ്യ വിഷയ ശബ്ദഗ്രഹണം. ശ്രോത്രത്തിന്റെ വിഷയം, കാതിന്റെ വിഷയം എന്താണ്? ശബ്ദഗ്രഹണം. ശബ്ദത്തെ ഗ്രഹിക്കുക എന്നതാണ്. അത്രയേ ഉള്ളൂ. ശ്രോത്രം ചെയ്യുന്നത് ശബ്ദത്തെ ഗ്രഹിക്കുക മാത്രമാണ്. വളരെ ഇതിന്നൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സും കൂടെ ചേർക്കുമ്പോഴേ ഈ കുഴപ്പമുണ്ടാവുന്നു. അവൻ അങ്ങനെയാ പറഞ്ഞതില്ലേ, ഞാനത് അത്രയും കൊണ്ട് നീ പറഞ്ഞത് ഏതായാലും നന്നായി. ആദ്യം എന്താ കേൾവി മാത്രമേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേയാൾ പറഞ്ഞു കൊടുത്തു, മനസ്സിലായ നിനക്ക് എന്താ പറഞ്ഞത്? ഇല്ല, അതിന്റെ അർത്ഥം ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശ്രോത്രസ്യ വിഷയ ശബ്ദഗ്രഹണം. അതൊന്നും കൽപ്പനകൾ ഉണ്ടാക്കുന്നില്ല. ശ്രോത്രം ഒരിക്കലും നിറം ചേർക്കുന്നില്ല. കേൾവിയിൽ നിറം ചേർക്കുന്നത് മനസ്സാണ്. ത്വജോ വിഷയ സ്പർശഗ്രഹണം. ത്വക്കിന്റെ വിഷയം, കുതിരകളുടെ വിഷയം പറയാം. കുതിരകൾ പോകുന്ന വഴിയെ പറയാം. അതാ പറഞ്ഞ ഈ രഥകൽപ്പന വെച്ച് നമ്മുടെ ഭാരതീയ ഈ തത്വശാസ്ത്ര ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ഗ്രന്ഥങ്ങളെയും വ്യാഖ്യാനിക്കാം എന്ന് പറയാം. ത്വജോ വിഷയ, ത്വക്കിന്റെ വിഷയം എന്താണ്? സ്പർശഗ്രഹണം. സ്പർശത്തെ ഗ്രഹിക്കുക. നമ്മൾ കണ്ടു എന്തൊക്കെ സ്പർശഗ്രഹണം ഉണ്ട് നമുക്ക്. നമ്മുടെ ഈ വിരൽത്തുമ്പിൽ തന്നെ അനവധി ഉണ്ട് ഇല്ലേ? നമ്മൾ എന്താണ് ബിസിലിസി നോക്കുന്നതും 2x2 നോക്കുന്നതും കോട്ട നോക്കുന്നതും ഓർഗാൻഡി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? പല പല തുണിത്തരങ്ങളെ നോക്കുന്നത്, കാഞ്ചീപുരം, ബനാറസ് എല്ലാം നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? പിടിച്ചിട്ടാണ് ഇല്ലേ? ദോശയ്ക്ക് പാകാണോ, ഇഡ്ഡലിക്ക് പാകാണോ, പത്തിരിക്ക് പാകാണോ, പുട്ടിന് പാകാണോ, അപ്പത്തിന് പാകാണോ അല്ലേ? വെളിച്ചെണ്ണയാണോ, എണ്ണയാണോ, മണ്ണെണ്ണയാണോ, പാലിൽ വെള്ളമുണ്ടോ അതോ വെള്ളത്തിൽ എല്ലാം നമുക്കിങ്ങനെ നോക്കിയാൽ അറിയാം. ഇതൊരു അപാര സംഭവമാണ് ഈ രണ്ട് സംഗതി. കള്ളനോട്ടാണോ നല്ല നോട്ടാണോ എല്ലാം നമ്മളിവിടെ പറയും. വൈവിധ്യമാർന്ന സ്പർശങ്ങളെ അറിയുന്ന ഈ സാധ്യതകൾ എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ ത്വജോ വിഷയ സ്പർശഗ്രഹണം. ചക്ഷുഷോർ വിഷയ രൂപഗ്രഹണം. കണ്ണിന്റെ വിഷയം എന്താണ്? രൂപത്തെ ഗ്രഹിക്കുക.
രസനായ വിഷയ രസഗ്രഹണം. രസനയുടെ നാവിന്റെ വിഷയം രസങ്ങളെ ഗ്രഹിക്കുക. രസമുകുളങ്ങൾ നിറയെ ഉണ്ട് ഇവിടെ. ആയുർവേദ ശാസ്ത്രത്തില് നാവ് നിങ്ങൾ ടങ് ക്ലീനർ ഉപയോഗിച്ച് വടിക്കാൻ പാടുള്ളതല്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയ്യോ സ്വാമി, അതെ, ചെയ്യാൻ പാടില്ലാത്തതാണ്. രസമുകുളങ്ങളെല്ലാം അത് എന്താ പറയുക, അതിന് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തത്. നമ്മൾ ഈ കൂടുതൽ ഇത് ചേർക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. 2 ദിവസം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും, 3-ാം ദിവസം ശരിയായിക്കോളും. വായ്നാറ്റം ഒരിക്കലും നാവ് വടിക്കാത്തത് കൊണ്ട് വരാൻ പോകുന്ന പല്ലിന്റെ കുഴപ്പം കൊണ്ടാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് വെറുതെ കൈകൊണ്ടൊന്ന് ഇത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേ പാടും. ഒരിക്കലും ഇതിനെ ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ എന്തൊക്കെയാ ഒരു അല്ലേ, പേടിച്ചു പോയോ? അതെ, രാവിലെ പേടിക്കും. ഒരു വീട്ടില് സ്വാമി പോയി കടന്നു രാവിലെ തന്നെ ചോദിച്ചു എന്ത് പറ്റി, ഇവിടെയുള്ള ആൾക്ക് പെട്ടെന്ന് വേഗം വന്ന് തുറന്നു നോക്കിയപ്പോ ഇവരുടെ ഇതാണ് ഇത്ര ബലപ്പെടുത്തേ, നാവെന്തോ കുഴപ്പം ചെയ്തത് പോലെ ഇങ്ങനെ വേവിച്ച് ഇങ്ങനെ. അതൊരു സ്റ്റീലിന്റെ നല്ല ഇതായിട്ടുള്ള സാധനം, ചെയ്യാൻ പാടില്ല എന്നാ. അങ്ങനെയാണെങ്കിൽ ഈ ഇതൊക്കെ പഠിക്കുന്നത് നല്ലതല്ല. എപ്പോഴും അത് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടതാണ് എപ്പോഴും ഈ രസനയില്. അതുകൊണ്ടല്ലേ നമ്മൾ എന്തെങ്കിലും കണ്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് വരുന്നു, മുഴുവൻ ഉമിനീര് വരുന്നു 4 ഭാഗങ്ങളിൽ നിന്നും. ഇതിന് ഓരോ സ്ഥലങ്ങളിൽ ഓരോന്ന് അറിയുന്നതുണ്ട്. മധുരം അറിയുന്ന സ്ഥലം, ചവർപ്പറിയുന്നത്, കയ്പറിയുന്നത്, ഓരോന്നും അറിയുന്നത് ഓരോരോ ഭാഗങ്ങളിലാണ് നാവിന്റെ. എന്താ അല്ലേ ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. ഇതൊന്നും അറിയാതെയാണ് നമ്മൾ വെച്ച് ഇങ്ങനെ ബ്രിക്കോം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത്. ചിലതൊക്കെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടും ആ ടങ് ക്ലീനർ. എന്നിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. പിന്നെ ഡോക്ടർ തന്നെ എന്താ ചെയ്യുക, വേറൊരു വലിയൊന്ന് സാധനം വെച്ചിട്ട് ചോദിക്കുക എന്താ കുഴപ്പമില്ല. ശരി. രസനായ വിഷയ രസഗ്രഹണം. ഇപ്പൊ ഒരു രസവും അറിയുന്നില്ല. തക്കാളി രസം ഏതാണെന്ന് അറിയില്ല, കുരുമുളക് രസം ഏതാണെന്ന് അറിയില്ല. രസങ്ങളെ അറിയാം. ഘ്രാണസ്യ വിഷയ ഗന്ധഗ്രഹണം. ഘ്രാണം, നാസികയുടെ വിഷയം ഗന്ധത്തെ ഗ്രഹിക്കുക. ഇതൊക്കെ വളരെ അതാ പറഞ്ഞുവല്ലോ, വീട്ടില് അച്ഛൻ വന്നാൽ അമ്മയ്ക്കറിയാം അച്ഛന്റെ ഒരു മണമുണ്ട്, വല്ലാത്ത ദുർഗന്ധം എന്നല്ല, മകന്റെ എല്ലാവരെയും അറിയാം, അമ്മയ്ക്കറിയാൻ പറ്റും. ഘ്രാണസ്യ വിഷയ ഗന്ധഗ്രഹണം. വാക് പാണി പാദ പായു ഉപസ്ഥാനി ഇതി പഞ്ചകർമ്മേന്ദ്രിയാണി. ഓരോ വിഷയങ്ങളെ പറഞ്ഞു. ഈ ജ്ഞാനേന്ദ്രിയങ്ങളും ആ വിഷയങ്ങളും തുടർന്ന് പറയുന്നു. വാക് പാണി പാദ പായു ഉപസ്ഥാനി ഇത് പഞ്ചകർമ്മേന്ദ്രിയാണി. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. വാക്ക്, പാണി, പാദ, പായു, ഉപസ്ഥ. അതിന്റെ പരിപാടികൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ദേവതകള്? പറയുന്നു. വാചോ ദേവത വന്നി. വാക്കിന്റെ ദേവത അഗ്നിയാണ്. വാക്ക് അഗ്നിയാണ്, ദഹിപ്പിക്കാൻ പോകുന്നതാണ്. മറ്റുള്ളവനി തന്നെ സൂക്ഷിക്കേണ്ടുന്നതാണ്. അഗ്നിയോട് കളിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. അഗ്നിയിൽ ദാഹക ശക്തിയുമുണ്ട്, നിഗ്രഹ ശക്തിയുമുണ്ട്. അതിൽ അനുഗ്രഹ ശക്തിയുണ്ട്, നിഗ്രഹ ശക്തിയുണ്ട്. അത് ദഹിപ്പിക്കാൻ പോകുന്നതാണ്. ആരെ? എല്ലാറ്റിനെയും, സദ്ഭാവത്തെയും അസദ്ഭാവത്തെയും ഒക്കെ നമ്മളെ ഇല്ലാണ്ടാക്കുന്നത്. അതുകൊണ്ട് വാക്ക് സൂക്ഷിക്കണം എന്ന് പറയാം. വാചോ ദേവത വന്യഹി. ഹസ്തയോരിന്ദ്രഹ. കൈകളുടെ ദേവൻ ഇന്ദ്രനാണ്. പാദോ വിഷ്ണു. പാദങ്ങളുടെ ദേവത വിഷ്ണുവാകുന്നു. പായോ മൃത്യുഹു. വിസർജനേന്ദ്രിയത്തിന്റെ ദേവത മൃത്യുവാണ്.
ഉപസ്ഥസ്യ പ്രജാപതി, ജനനേന്ദ്രിയത്തിന്റെ ഉപസ്ഥസ്യ പ്രജാപതി, ജനനേന്ദ്രിയത്തിന്റെ ദേവത പ്രജാപതിയാകുന്നു. ഒരു അധിഷ്ഠാന ദേവത. ഇത് കർമ്മേന്ദ്രിയ ദേവത. ഇപ്രകാരം കർമ്മേന്ദ്രിയങ്ങളുടെ ദേവതയെ പറഞ്ഞു. തുടർന്ന് പറയാണ്, വിഷയങ്ങൾ പറയാണ്. വാചോ വിഷയ ഭാഷണം. വാക്കിന്റെ വിഷയം ഭാഷണമാകുന്നു. പുസ്തകത്തിൽ എഴുതുന്നതിന് മുമ്പ് ഇത് ഉള്ളിലെ പുസ്തകത്തിൽ എഴുതി വയ്ക്കും. ഇതിലും ഇനിയും സമയം എടുക്കാൻ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്തിൽ തന്നെയാ പറയുന്നത്. ശ്രദ്ധ വേണമെന്ന് പറയും. പാണ്യോഹോ വിഷയ വസ്തുഗ്രഹണം. പാണി എന്ന് പറഞ്ഞാൽ പാദങ്ങളുടെ വിഷയം എന്താ? കൈകളുടെ വിഷയം വസ്തുക്കളെ ഗ്രഹിക്കുക, എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത്, എടുക്കലും കൊടുക്കലും. പാദയോഹോ വിഷയ ഗമനം. കാലുകളുടെ വിഷയം നടക്കുക, ഗമനം. പായോഹോ വിഷയ, പായുവിന്റെ വിഷയം മലത്യാഗ. വിസർജനേന്ദ്രിയത്തിന്റെ വിഷയം മാലിന്യങ്ങളെ ത്യജിക്കുക എന്നതാകുന്നു. ഉപസ്ഥസ്യ വിഷയ ആനന്ദ ഇതി. ജനനേന്ദ്രിയത്തിന്റെ വിഷയം ആനന്ദലാഭമാകുന്നു. ഇത്രയും പറഞ്ഞിട്ട് ചോദിക്കുന്നു, ശിഷ്യൻ ചോദിക്കുന്നു, കാരണശരീരം കിം? എന്താണ് കാരണശരീരം? 3 ശരീരങ്ങളെ പറഞ്ഞുവല്ലോ. അതിൽ ഒന്നാമത്തെ ശരീരം പറഞ്ഞു, സ്ഥൂല ശരീരം. അതെങ്ങനെയാണ് നിർമ്മിച്ചത്? സൂക്ഷ്മ ശരീരം പറഞ്ഞു. തുടർന്ന് കിം കാരണശരീരം പറയുന്നു, അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത് സ്വരൂപ അജ്ഞാനം നിർവികൽപരൂപം യദസ്തി തത് കാരണശരീരം. എന്താണ്? അനിർവാച്യ അനാദ്യ വിദ്യാരൂപം, നിർവചിക്കാൻ പറ്റാത്തതും അനാദിയായിട്ടുള്ള അവിദ്യാരൂപവും, അതുപോലെ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കേവലം കാരണമായിരിക്കുന്നതും സത്സ്വരൂപത്തിന്റെ അജ്ഞാനമായിരിക്കുന്നതും നിർവികൽപരൂപവുമായി യാതൊന്നുണ്ടോ അതിനെയാണ് കാരണശരീരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്പൊ എന്തുകൊണ്ടാണ് കാരണശരീരം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ്. അജ്ഞാനം അനാദിയാണ്. എങ്കിലും ജ്ഞാനം കിട്ടുന്നതോടുകൂടി അജ്ഞാനം ഇല്ലാതെയാവും. തുടർന്ന് അവസ്ഥാത്രയത്തെ കുറിച്ച് ചോദിക്കുന്നു. വേഗത്തിൽ പറയാം. അവസ്ഥാത്രയം കിം? എന്താണ് 3 അവസ്ഥകൾ? ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥ. ജാഗ്രത് എന്നും സ്വപ്നമെന്നും സുഷുപ്തി എന്നും 3 അവസ്ഥകൾ. ചോദ്യം വീണ്ടും, ജാഗ്രത അവസ്ഥ എന്താണ് ജാഗ്രത അവസ്ഥ? ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈ, ശ്രോത്രം മുതലായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദി വിഷയേച്ച, ശബ്ദം മുതലായിട്ടുള്ള വിഷയങ്ങളും ജ്ഞായതെ അറിയുന്നത് യത് സാ ജാഗ്രത അവസ്ഥ. അപ്പൊ കണ്ണ്, മൂക്ക്, നാക്ക് ഇതുകൊണ്ടൊക്കെ ഓരോന്നിനെ അറിയുന്നുണ്ടല്ലോ, ആ അവസ്ഥയെയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത്. സ്ഥൂല ശരീരാഭിമാനി ആത്മാ വിശ്വ ഇതി ഉച്യത്തെ. കൂട്ടത്തിൽ പറയാണ്, ഈ സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്ന ആത്മാവിനെ വിശ്വൻ എന്ന് പറയുന്നു. അവനൊരു പേരിട്ടു. അങ്ങനെ ക്രമത്തിൽ പറഞ്ഞു വരിക. അപ്പൊ നമ്മുടെ അവസ്ഥകള്, നമ്മൾ വിശ്വത്തെ അനുഭവിക്കാൻ പോകുന്നത്, ആ സമയത്ത് അവനൊരു പേര് എന്താണ്? വിശ്വൻ എന്ന്. അപ്പൊ ശ്രോത്രം തുടങ്ങിയിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളാലും ശബ്ദം മുതലായിട്ടുള്ള വിഷയങ്ങളാലും യാതൊന്ന് അറിയപ്പെടുന്നുവോ യത് സാ ജാഗ്രത അവസ്ഥ. ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്നതും കേൾക്കുന്നതും ഇതിനെയൊക്കെ അറിയുന്നത് തന്നെ. അങ്ങനെയുള്ള ആ സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്ന നമ്മളെ വേദാന്ത ശാസ്ത്രത്തിൽ ഒരു പേരിട്ടു. അപ്പൊ നമ്മുടെ പേരെന്താണ്? വിശ്വൻ. തർക്കടില്ലല്ലോ. വിശ്വൻ എന്നാണ് മൂപ്പരെ വിളിക്കുന്ന ഒരു പേര്. അവനൊരു ഈ വിശ്വൻ കൂട്ടത്തിൽ ആരെങ്കിലും വിശ്വൻ ഇരിക്കുന്നുണ്ടെങ്കിൽ വിട്ടേക്കും, അയാളെ കുറിച്ചല്ല. എല്ലാവർക്കുള്ള പേരാണ് വിശ്വൻ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ വിശ്വൻ. സ്വപ്നാവസ്ഥ കായിതി ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്നാവസ്ഥ എന്താ സ്വപ്നാവസ്ഥ എന്നാണെങ്കിൽ ജാഗ്രത അവസ്ഥയാം. ജാഗ്രത അവസ്ഥയിൽ യത് ദൃഷ്ടം യാതൊന്ന് കണ്ടുവോ, യത് ശ്രുതം യാതൊന്ന് കേട്ടുവോ,
തജ്ജനിത വാസനയാ, അതിനനുസരിച്ച വാസനയാൽ. ഈ കണ്ടതിനോടും കേട്ടതിനോടും അനുസരിച്ച വാസന എന്ന് പറഞ്ഞാൽ ഗന്ധമല്ല. കണ്ടതിലും കേട്ടതിലും എന്ത് വാസനയാ സ്വാമി? അതായത് കണ്ടതിനോടും കേട്ടതിനോടും ഞാൻ പ്രതികരിച്ചത്, അതാണ് എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള വാസന. തജ്ജനിത വാസനയ, അതിനനുസരിച്ച വാസനയാൽ നിദ്രാസമയെ, ഉറക്കത്തില് യത് പ്രപഞ്ചം പ്രതീയതേ, യത് പ്രപഞ്ച പ്രതീയതേ, യാതൊരു പ്രപഞ്ചമാണോ ഉണർന്നു വരുന്നത്, സാ സ്വപ്നാവസ്ഥ, അത് സ്വപ്നാവസ്ഥയാണ്. അപ്പൊ നാം ഒരു സ്വപ്നത്തെ സൃഷ്ടിക്കാൻ പോകുന്ന സാധനങ്ങളെ മുഴുവൻ നാം ജാഗ്രത അവസ്ഥയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ ശരി, ഇപ്പം കുറെ എണ്ണം ശേഖരിച്ചു വെച്ചിട്ട് നിദ്രാസമയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ നടപ്പില്ല. നമ്മൾ പോലും അറിയാതെയാണ് ഇതൊക്കെ ശേഖരിച്ചു വെക്കുന്നത്. ചെറിയൊരു ആരോ എന്തോ എന്ന് പറഞ്ഞ അത്ര പ്രധാനമുള്ളതല്ല, പക്ഷെ അതിന്റെ ഒരു പൊടി മതി, അതുകൊണ്ട് അവൻ വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് നമ്മളെ അനുഭവിപ്പിക്കും. അതൊക്കെ ചിലർ ആ കാര്യത്തിൽ വളരെ കേമന്മാരാ, റിലേ കാണുന്നു പറയും. അവര് ഈ സീരിയൽ പോലെ സ്വപ്നം കാണുന്നവരുണ്ട്, പിറ്റേ ദിവസവും അത് തന്നെ കാണും. ചിലർ ഒരേ സ്വപ്നം തന്നെ കാണും, ഒരു മാറ്റവും ഇല്ലാതെ. കാരണം അവരുടെ ജാഗ്രത അവസ്ഥയും വളരെ, ജാഗ്രത അവസ്ഥയെ വിശകലനം ചെയ്താൽ മതി സ്വപ്നത്തെ. ചിലരെ സംബന്ധിച്ച് സ്വപ്നമേ ഇല്ല, സ്വപ്നം കാണാറില്ല. സ്വപ്നം കാണാത്തവരുണ്ട്. ചിലർ ജാഗ്രത അവസ്ഥയിലും സ്വപ്നം കാണുന്നവരാണ്, അവർക്ക് ജാഗ്രത ഇല്ല, സ്വപ്നമേ ഉള്ളൂ. അതാ സുഷുപ്തി അവസ്ഥക്ക. അങ്ങനെയാണെങ്കിൽ എന്താണ്? അയ്യോ, അങ്ങനെയാ ശരി. സ്ഥൂല ശരീരത്തിൽ അഭിമാനിക്കുന്ന ഒരാളെ നമ്മൾ ഒരു പേര് കൊടുത്തു. എന്താണ് പേര്? വിശ്വൻ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ഒരാൾക്കൊരു പേര് വേണ്ടേ? വേണം എന്ന് പറയാം. സൂക്ഷ്മ ശരീരാഭിമാനി ആത്മാ തൈജസ ഇതി ഉച്യതേ. അവന്റെ പേര് തൈജസൻ എന്നാണ്. അപ്പൊ നമുക്ക് 3 പേരുകളുണ്ട്. ഒന്നാമത്തെ പേര് മനസ്സിലായോ? ഇപ്പം നമ്മുടെ പേര് വിശ്വൻ എന്നാണ്. ആരെന്തു പറഞ്ഞാലും നമുക്ക് ഋഷി ഇട്ട പേര് വിശ്വൻ എന്നാണ്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ പേരെന്താണ്? തൈജസൻ എന്നാണ്. അപ്പൊ തൈജസനാണ് സ്വപ്നം കാണുന്നത്, വിശ്വനാണ് വിശ്വത്തെ കാണുന്നത്. അത സുഷുപ്തി അവസ്ഥ കാ. അപ്പം എന്താണ് സുഷുപ്തി അവസ്ഥ? പറയുന്നു, അഹം കിമപി ന ജാനാമി. അഹം, ഞാൻ, കിമപി, ഒന്നും, ന ജാന, ഒന്നും അറിഞ്ഞില്ല. സുഖേനമയ നിദ്ര അനുഭൂയത, ഞാൻ സുഖമായി നിദ്രയെ അനുഭവിച്ചു. രാവിലെ നോക്കുമ്പം വീട്ടിലെ ഒരു മരം വീണ് കിടക്കുന്നു ഗേറ്റിന്റെ മുകളിൽ. ഇതെപ്പം? രാത്രി 12 മണിക്ക്. ഞാനൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ കൂർക്കം വലിച്ചുറങ്ങിയിരുന്നു, പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചു. അല്ലേ, ഞാനൊന്നും അറിഞ്ഞില്ല. ഇതിനെയാണ് എന്തു പറയുന്നത്? അഹം കിമപി ന ജാനാമി സുഖേനമയ നിദ്ര അനുഭൂയത ഇതി സുഷുപ്തി അവസ്ഥ. സുഷുപ്തി അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ആ സുഷുപ്തി അവസ്ഥയെ അനുഭവിക്കുന്നത് ഏത് ശരീരമാണ്? കാരണശരീരം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. ആ കാരണശരീരത്തിൽ അഭിമാനിക്കുന്ന ഞാൻ സുഖമായി ഉറങ്ങി എന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, അവനൊരു പേര് കൊടുക്കണ്ടേ? വേണം എന്നാണ്. കാരണശരീരാഭിമാനി ആത്മാ, ആ അവനെ പ്രാജ്ഞ ഇതി ഉച്യതേ, പ്രാജ്ഞൻ എന്ന് പറയും. അപ്പൊ നമുക്ക് 3 പേര് കിട്ടി. ഒന്ന് വിശ്വൻ, ഒന്ന് തൈജസൻ, ഒന്ന് പ്രാജ്ഞൻ. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ രുചിച്ചു എന്ന് പറഞ്ഞതാരാണ്? വിശ്വൻ. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞതാരാണ്? പ്രാജ്ഞൻ ഒരു സ്വപ്നം കണ്ടു. അല്ല, തൈജസൻ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. തൈജസൻ എന്തു കണ്ടു? ഒരു സ്വപ്നം കണ്ടു. പ്രാജ്ഞൻ എന്തു കണ്ടു? ഒന്നും കണ്ടില്ല എന്ന് കണ്ടു. അപ്പൊ മനസ്സിലായല്ലോ. പ്രാജ്ഞൻ, തൈജസൻ, വിശ്വൻ. പ്രാജ്ഞനിൽ നിന്ന്, തൈജസനിൽ നിന്ന് വിശ്വനിലേക്ക്, ഇങ്ങനെയാണ് അതിന്റെ കടപ്പ്. ഇത് വിലയിക്കുന്നതും പ്രാജ്ഞൻ, തൈജസൻ, വിശ്വൻ. പ്രാജ്ഞനിൽ നിന്ന്, തൈജസനിൽ നിന്ന് വിശ്വനിലേക്ക്, ഇങ്ങനെയാണ് അതിന്റെ കടപ്പ്. ഇത് വിലയിക്കുന്നതും അങ്ങനെ. ശരി, പഞ്ചകോശാഖേ. അതെന്തോ കോശത്തിന്റെ കാര്യം പറഞ്ഞല്ലോ മുമ്പ്. എന്താണത്? അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ ച ഇതി.
5 മയങ്ങളാണ്. എന്തൊക്കെയാണ്? ഈ മയോട് മയ ഒന്ന് കേട്ടിട്ടുണ്ട്. അത് മയയും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയാം. അപ്പം അന്നമയ, അത് ഏതെങ്കിലും ഒരു മഴയാണോ? അല്ല. അന്നമയം, അതുപോലെ പ്രാണമയം, പ്രാണമയ, അന്നമയ, വിസർഗമുണ്ട് കേട്ടോ. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ ച ഇതി. ഇതാണ് പഞ്ചകോശങ്ങൾ. 5 കോശങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കോശം എന്താണ്? അന്നമയ ക. എന്താണ് അന്നമയ കോശം? എന്താണ് അതിന്റെ സ്ഥിതി? എങ്ങനെയാ അത് ഉണ്ടായത് എന്നൊക്കെയാണെങ്കിൽ, അന്നരസേനൈവ ഭൂത്വ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ അന്നമയ പൃഥിവ്യാം യത് വിലീയതേ തദന്നമയ കോശ സ്ഥൂലശരീരം. അന്നരസേനൈവ ഭൂത്വ, അന്നരസത്തിൽ നിന്നുണ്ടായി, കഴിക്കുന്ന അന്നത്തിൽ നിന്നുണ്ടായത് അന്നമയ കോശം ഉണ്ടായത് പറയാ. പിന്നെയോ അന്നരസേനൈവ വൃദ്ധിം പ്രാപ്യ. അങ്ങനെ വൃദ്ധി പ്രാപിക്കുന്നത് എങ്ങനെയാ? ഇഡ്ഡലിയും പുഴുങ്ങിയ പഴവും അതും ഇതുമൊക്കെ കഴിച്ച് അങ്ങനെ വൃദ്ധിം പ്രാപ്യ. ഇത് കഴിക്കലില്ലെങ്കിലോ അന്നമയ കോശം ക്ഷീണിച്ച് വരും. അതിൽ നിന്ന് വൃദ്ധി പ്രാപിച്ച അന്നമയ പൃഥിവ്യാം യത് വിലീയതേ. ഇതിന്റെ വിലയനം എവിടെയാ? അന്നമയമായ ഭൂമിയിൽ തന്നെ ഇത് വിലയും പ്രാപിക്കുന്നു. കാരണം നമ്മുടെ ശരീരം ഒരു തെങ്ങിന്റെ ചുവട്ടിൽ നന്നായിട്ട് കുഴിയെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ, തെങ്ങൊക്കെ നമ്മളെ, ഈ വൃക്ഷങ്ങളൊക്കെ നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അവർക്കൊക്കെ ഈ പരിപ്പവടയും ഉഴുന്നുവടയും ഒക്കെ കാണുന്നത് പോലെയാ നമ്മളെ. കാരണം അവരങ്ങോട്ട് എടുക്കും. അവർക്ക് വലിയ ഇഷ്ടമാണ് നമ്മളെ. അങ്ങോട്ട് കിട്ടിയാൽ മതി. അവർ വളരെ ഭംഗിയായിട്ട് ഭൂമിയിൽ നിന്ന് അവരവർ വേണ്ടതിനൊക്കെ എടുക്കും. ശവപ്പറമ്പിലെ നാളികേരത്തിനൊക്കെ നല്ല രുചി എന്തുകൊണ്ടാ? ഇതുകൊണ്ടാ. അപ്പൊ അന്നമയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് അന്നമയം കൊണ്ട് വൃദ്ധി പ്രാപിച്ച് അന്നമയത്തിലേക്ക് വിലയിക്കുന്ന തത് അന്നമയ കോശ സ്ഥൂലശരീരം. പ്രാണമയ കഹ. എന്താണ് പ്രാണമയം? പ്രാണമയം പറയുന്നു, പ്രാണാദ്യാഹ പഞ്ചവായവ വാഗാദി ഇന്ദ്രിയ പഞ്ചകം പ്രാണമയ കോശ. പ്രാണൻ തുടങ്ങിയിട്ടുള്ള 5 വായുക്കൾ, പിന്നെയോ വാക്ക് തുടങ്ങിയിട്ടുള്ള 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇത് ചേർന്നതാണ് പ്രാണമയ കോശം. അതെന്തൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഇതാണ് പഞ്ചവായവ. ഈ 5 പ്രാണന്മാർക്ക് 5 പ്രവൃത്തികളുണ്ട്. മനോമയ കോശ കഹ. മനോമയ കോശം എന്ന് പറഞ്ഞാൽ എന്താ? പറയുന്നു, മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ യോ ഭവതി സ മനോമയ കോശ. മനഃ ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം. മനസ്സ്, അതായത് ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന് യാതൊന്നാണോ ഉണ്ടായത് അതാണ് മനശ്ച ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ യോ ഭവതി സ മനോമയ കോശ. അതിന്റെ ചേർച്ച എന്ന് പറയാം, സമ്മിശ്രം. ബുദ്ധി, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നത്. അതേപോലെ ചോദിക്കണു, അങ്ങനെയാണെങ്കിൽ ആനന്ദമയ കഹ. എന്താണ് ആനന്ദമയം? വിജ്ഞാനമയ കോശ കഹ. വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധി ജ്ഞാനേന്ദ്രിയ പഞ്ചകം മിലിത്വ യോ ഭവതി സ വിജ്ഞാനമയ കോശ. ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളുടെ ചേർച്ചയും, മിലിത്വ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മേളനം ചെയ്തത്. യോ ഭവതി, യാതൊന്ന് നിലനിൽക്കുന്നുവോ സ വിജ്ഞാനമയ കോശ. അതാണ് വിജ്ഞാനമയ കോശം. ആനന്ദമയ കഹ. എന്താണ് ആനന്ദമയം? ഏവമേവ കാരണശരീരഭൂത അവിദ്യാസ്ത മലിനസത്വം പ്രിയാതിവൃത്തി സഹിതം സത് ആനന്ദമയ കോശ. കാരണ ശരീരഭൂതമായിട്ടുള്ള അവിദ്യയിൽ നിലനിൽക്കുന്നത്, അവിദ്യയിലാണ് അത് നിലനിൽക്കുന്നത്. പിന്നെയോ പ്രിയം, മോദം, പ്രമോദം ഇത്യാദി വൃത്തികളോട് കൂടിയിട്ടുള്ള ഒന്നാണ് ആനന്ദമയ കോശം. ഏതത് പഞ്ചകോശ ഏതത് കോശപഞ്ചകം. ഇതാണ് 5 കോശങ്ങൾ.
ഇനിയുണ്ടല്ലോ കുറെ. എന്താണ്? മുന്നോട്ട് പോവാലോ അല്ലേ? ശ്രദ്ധിച്ചോളൂ. മദീയം ശരീരം മദീയ പ്രാണാഹ മദീയം മനഃ ച മദീയ ബുദ്ധി മദീയം അജ്ഞാനം ഇതി സ്വേനൈവ ജ്ഞായതേ തത് യഥാ മദീയത്വേന ജ്ഞാതം കടകകുണ്ടല ഗൃഹാധികം സ്വസ്മാത് ഭിന്നം തഥാ പഞ്ചകോശാധികം സ്വസ്മാത് ഭിന്നം മദീയത്വേന ജ്ഞാതം ആത്മാ ന ഭവതി. ഇതിലെ ആത്മാവിന്റെ ഒരു ലക്ഷണവും പിന്നെ ഇതിന്റെ സംഘാതങ്ങളും കൂടിയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയാം. മദീയം എന്ന് പറഞ്ഞാൽ ഇയം എന്റേത്, മദീയം എന്റേത് എന്ന് എപ്രകാരം അറിയപ്പെടുന്നു? എന്തൊക്കെയാണത്? വള, കുണ്ടലം, ഗൃഹം ഇത്യാദികളൊക്കെ. അതായത് എന്റെ വള, എന്റെ മോതിരം, എന്റെ വാച്ച്, എന്റെ ഗൃഹം, എന്റെ വീട്, ഇതൊക്കെ എപ്രകാരമാണോ നാം പറയുന്നത് അതൊക്കെ എപ്രകാരം എന്നിൽ നിന്ന് ഭിന്നമാണ്. എന്റേത് എന്നതെല്ലാം എന്നിൽ നിന്ന് ഭിന്നമായി എപ്രകാരം ഇരിക്കുന്നുവോ അതുപോലെ പറയുന്നു പഞ്ചകോശാധികമായിട്ടുള്ള എന്റെ ശരീരം, എന്റെ പ്രാണൻ എല്ലാം എന്റേതാണ്. എന്തിനാ ഇത്രയും പറഞ്ഞത്? ഇതിന്റെയൊക്കെ നിലനിൽപ്പ് പറയാം. ആത്മാ ഇതൊന്നും അല്ല. ഇതൊക്കെയാണ് നമ്മളെ പരിശോധിച്ചാൽ കിട്ടാൻ പോകുന്നത്. ആത്മാവിനെയാണല്ലോ അന്വേഷിക്കുന്നത്. അപ്പം എന്റെ പ്രാണൻ, എന്റെ കൈ അല്ലെ, എന്റെ ഉര അല്ലെ, എന്റെ നട്ടല് ഉണ്ടെങ്കിൽ അല്ലേ, അതല്ലേ പറയാം എന്റെ നട്ടലിനൊരു വേദന. ഞാൻ നട്ടല് വേദനിക്കുന്നു എന്ന് പറയാറുണ്ടോ? ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ ഊരവേദനയാകുന്നു ഡോക്ടറെ. ഇല്ല, ഒരിക്കലും ഞാൻ അതല്ല, എന്റേതാണ്. എന്റെ പശു അതുപോലെ തന്നെ. സ്വാമിജി ചോദിക്കും, എന്റെ പശുവിന് ഡിസെൻട്രി ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു മരുന്ന് കഴിക്കണം? വേണോ? വേണ്ട. അതുകൊണ്ട് ആത്മാവിനുള്ളതല്ല മരുന്ന്, ശരീരത്തിനുള്ളതാണ്. ആത്മാ തർഹി കഹ, എങ്കിൽ ആത്മാവ് ആരാകണു? വീണ്ടും ചോദ്യം. സത് സച്ചിദാനന്ദ സ്വരൂപ. അതെന്താ? സച്ചിദാനന്ദത്തെ കുറഞ്ഞ ഒന്നുമല്ല എന്ന് പറയാം. സത് ചിദാനന്ദ രൂപ, സച്ചിദാനന്ദ രൂപമാണ് ആത്മാ. അങ്ങനെയാണെങ്കിൽ സത് കിമ്? ഇനി വേഗത്തിൽ പോവാ. എന്താണ് സത്? കാലത്രയേബി തിഷ്ഠതി യത് തത് സത്. കാലത്രയേബി യത് തിഷ്ഠതി തത് സത്. 3 കാലത്ത് നിലനിൽക്കുന്നത്, 3 കാലം ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, അതാണ്. അതിൽ നിലനിൽക്കുന്നത് ഏതോ അതിനെയാണ് സത് എന്ന് പറയുന്നത്. ചിത് കിം? ചിത്ത് എന്താണ്? ജ്ഞാനസ്വരൂപ, അറിവ് സ്വരൂപമായിരിക്കുന്നത് ചിത്ത്. ആനന്ദ കഹ? സുഖസ്വരൂപ, ആനന്ദം. ഏവം സച്ചിദാനന്ദ സ്വരൂപം സ്വാത്മാനം വിജാനീയാത്. ഇപ്രകാരം സച്ചിദാനന്ദ സ്വരൂപമാണ് താനെന്ന് അറിഞ്ഞാലും. നമ്മളെ അങ്ങോട്ട് മുറിച്ച് പീസാക്കിയിട്ട് പറയണം. ഇതൊന്നും ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇതില്ലാത്തവരാണോ ഇവിടുത്തെ ഏതെങ്കിലും മതവിഭാഗത്തിൽ പെടുന്നവർ? ഏതെങ്കിലും യുക്തിവാദിയോ, ഉള്ളവാദിയോ ഇല്ലാത്ത വാദിയോ, കമ്മ്യൂണിസ്റ്റുകാരനോ BJP ആരും ആവട്ടെ, അവനുണ്ടല്ലോ ഈ പറഞ്ഞ് പഞ്ചവായവഹ, എന്താ പറയാ, എല്ലാം ഉണ്ട്. ശ്രദ്ധിക്കുക. അതാ ചതുർവിംശതി തത്വവിവേകപ്രകാരം വക്ഷ്യാമഹ. ഇനി ഞാൻ 24 തത്വവിവേകത്തിന്റെ രീതി എന്റെ സ്വാമിയെ പറയാം. അത് ശരി. ബ്രഹ്മാശ്രയ സത്വരജ തമോ ഗുണാത്മിക മായ അസ്ഥി. ആഹാ, ഇനിയുണ്ട് കുറച്ച് ആളുകൾ. ഈ തത്വബോധം ഉണ്ടല്ലോ, ഈ ഗീത കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എല്ലാ ശ്രവണവും അവസാനിപ്പിക്കാം. ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് പോയി ഇരുന്നോളൂ എവിടെയെങ്കിലുമൊക്കെ, എല്ലാം മനസ്സിലാവും എന്ന് പറയും. ഒന്നും മനസ്സിലാവാതിരിക്കില്ല. ഇതിൽ ഈ സംശയം എല്ലാം തീരണം. ഇനി ഭഗവാൻ എടുക്കണം. എന്താ? ആചാര്യസ്വാമികൾ പറയുന്നു, ബ്രഹ്മാശ്രയ സത്വരജ തമോ ഗുണാത്മിക മായ അസ്തി. എന്താണ്? ബ്രഹ്മത്തെ ആശ്രയിച്ചുകൊണ്ട് സത്വരജ തമോ ഗുണാത്മികയായിട്ടുള്ള ഒരു മായയുണ്ട്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മായയെക്കുറിച്ച്. ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ള കാര്യം സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാങ്കാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാത്ഭുത നിർവചനീയ രൂപ എന്നാണ് മായയുടെ നിർവചനം. ഉണ്ടെന്നോ ഇല്ല എന്നോ, ഉണ്ട് ഇല്ല എന്നോ എന്നൊന്നും പറയാൻ പറ്റാത്ത അഘടിത ഘടനാ പടീയ ശ്രീമായ എന്ന് പറഞ്ഞ് മായാ പഞ്ചകം നമ്മൾ വിവരിച്ചു ഇല്ലേ? ഇപ്പൊ മായയെക്കുറിച്ച് പറയുമ്പോൾ അതെല്ലാം ഓർമ്മ വേണം. അപ്പൊ ബ്രഹ്മാശ്രയായിട്ടുള്ള
അതുപോലെ സത്വരജ തമോ ഗുണാത്മികയായിട്ടുള്ള മായ ഉണ്ട്. തതഃ ആകാശ സംഭൂത, അതിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശാദ് വായു, ആകാശത്തിൽ നിന്ന് വായു, വായോ തേജഃ, വായുവിൽ നിന്ന് അഗ്നി, വായോരഗ്നി എന്ന് വേദത്തിൽ പറയും. ഇവിടെ വായോ തേജഃ, തേജസ ആപ, തേജോ, അതിന്റെ വിവരണം ശരി തന്നെയെല്ലാം. ഇവിടെ പറയുന്നത് തേജസ ആപ, അഗ്നിയിൽ നിന്ന് ജലം, അഭ്യ പൃഥിവി, അപ്പിൽ നിന്ന് ഭൂമി, ജലത്തിൽ നിന്ന് ഭൂമി. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ, ശ്രദ്ധിച്ച് കേട്ടോളൂ, നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് പറയാണ്. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ ആകാശസ്യ സാത്വികംശാത് ശ്രോത്രേന്ദ്രിയം സംഭൂതം. ഈ പഞ്ചതത്വങ്ങളുടെ ഇടയില് മധ്യത്തില് ആകാശത്തിന്റെ സാത്വിക അംശത്തിൽ നിന്ന്. അപ്പൊ ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് 3 അംശങ്ങളുണ്ട്: സാത്വികം, രാജസികം, താമസികം. പ്രകൃതിയിൽ ഈ 3 ഗുണങ്ങളാണ്. പ്രകൃതി മായയെ ആശ്രയിച്ച് ഈ 3 ഗുണം പ്രകൃതി. ഈ 3 ഗുണത്തിന് നിങ്ങൾ എന്ത് പേര് വേണമെങ്കിൽ കൊടുത്തോളൂ. ഇലക്ട്രോൺ എന്നോ പ്രോട്ടോൺ എന്നോ ന്യൂട്രോൺ എന്നോ ഏതോ. ഇവിടെ ഋഷി പറഞ്ഞിരിക്കുന്ന പേര് സത്വം, രജസ്, തമസ് എന്നാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഭൗതിക ശാസ്ത്രത്തിലെ എന്തെങ്കിലും ഒരു പുതിയ പേര് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ അത്ഭുതപ്പെടാറുണ്ട്. ഈ ഹിമാലയത്തിലൊക്കെ പോയിട്ട് അവിടെ അതിശൈത്യമാർന്ന ഭൂമിയിൽ ഈ ചൂടുവെള്ളമുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ ചൂടുവെള്ളം, എന്താ ഈ ചൂടുവെള്ളം, വലിയ അത്ഭുതമാണല്ലോ ഇവിടെ ചൂടുവെള്ളം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ ചൂടുവെള്ളത്തിന്റെ ഓ ഭയങ്കര തന്നെ കേട്ടോ, സമ്മതിക്കണം, ഇങ്ങനെ ഒരു സ്ഥലത്ത് ചൂടുവെള്ളം. അതെ, അപ്പൊ ഒരാൾ പറയാം, അതുണ്ടല്ലോ ഈ ഗന്ധകം ഉണ്ടല്ലോ, സൾഫർ ഇതിന്റെ ഉള്ളിലുണ്ട്. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു. നമ്മൾ അത്ഭുതം തോന്നാറുണ്ട്. ഈ സൾഫർ എന്ന് കേൾക്കുമ്പം ഇവന് ഇതെന്തോ ഒരു, ഓ അങ്ങനെയാണല്ലേ, അങ്ങനെ വരട്ടെ. എന്താ അങ്ങനെ വരട്ടെ എന്ന്? എടോ, നിങ്ങൾ കൊടുത്ത പേരല്ലേ സൾഫർ? ഋഷി, ഭാരതത്തിലെ ഋഷി മനസ്സില് ഇവിടെ എല്ലാം ഈശ്വരനാണ്. അവര് നദിയെ കണ്ടത്, വൃക്ഷങ്ങളെ കണ്ടത്, പർവ്വതങ്ങളെ കണ്ടത്, എല്ലാറ്റിനെയും ആ രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ എന്തിനിവിടെ ആര് സൾഫർ കൊണ്ടുവച്ചു, എന്തിനു കൊണ്ടുവച്ചു എന്നൊക്കെയുള്ള ചോദ്യം സ്വയം ചോദിക്കുക. അങ്ങനെ പലതുണ്ട് പ്രകൃതിയിലെ പല 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 ഇപ്പൊ കൈലാസം ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പല കാഴ്ചകളും പലതും കണ്ടു കഴിഞ്ഞാൽ. എവിടെയാ? ആ പഞ്ചതത്വങ്ങളിൽ മധ്യത്തില് ആകാശത്തിന്റെ സാത്വികമായ അംശം കൊണ്ട്, ഭാവം കൊണ്ട് ശ്രോത്രേന്ദ്രിയം സംഭൂതം. എന്തുണ്ടായി? ശ്രോത്രം, കാതെന്ന ഇന്ദ്രിയം ഉണ്ടായി. ഇതിന്റെ സൂക്ഷ്മമായത് ഈ കാണുന്ന മാംസമല്ല. ഇതിലൊരു സൂക്ഷ്മമായിട്ടുള്ള ഭാവമുണ്ട്. അതാണ് കേൾവി സംഭവിക്കുന്നത്. ഇതുപോലെ വായോഹോ സാത്വികംശാത് ത്വഗിന്ദ്രിയം സംഭൂതം. വായുവിന്റെ സാത്വികമായ അംശം കൊണ്ടാണ് ത്വഗിന്ദ്രിയം ഉണ്ടായത്. അഗ്നേഹേ സാത്വികംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം. അഗ്നിയുടെ സാത്വികമായ അംശം കൊണ്ട് ചക്ഷുസുണ്ടായി. ജലസ്യ സാത്വികംശാത് രസനേന്ദ്രിയം സംഭൂതം. ഇവരാണ് ഈ മനുഷ്യ സൃഷ്ടി. ഇതിനെയൊക്കെ ഭാവന ചേർത്ത് പറയുന്ന സമയത്ത്, ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് ഓരോരുത്തരും ഓരോരുത്തരുടെ നല്ലതിനെ കൊടുത്തു. അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്തൊരു ഭാവനയാ, കവി ഭാവന അല്ലേ? ഇതിനെയൊക്കെ അന്ധവിശ്വാസം, പൊട്ടത്തരം എന്നും പറഞ്ഞ് തള്ളിയ നമ്മുടെ ബുദ്ധിയുടെ ഒരു മഹത്വേ അല്ലേ? അഗ്നേഹേ സാത്വികംശാത് ചക്ഷുരിന്ദ്രിയം സംഭൂതം. ജലസ്യ സാത്വികംശാത് രസനേന്ദ്രിയം സംഭൂതം. പൃഥിവ്യ സാത്വികംശാത് ഘ്രാണേന്ദ്രിയ സംഭൂതം. ഭൂമിയുടെ സാത്വികമായ അംശം കൊണ്ട് നാസിക ഉണ്ടായി. ഏതേഷാം പഞ്ചതത്വാനാം സമഷ്ടി സാത്വികംശാത്. ഇനി സമഷ്ടി സാത്വികമായ അംശം കൊണ്ട് മനോബുദ്ധി അഹങ്കാര ചിത്താനി അന്ധകരണാനി സംഭൂതാനി. ഇതെന്താണിയാണ്? അതായത് ഈ സമഷ്ടി സാത്വിക അംശം കൊണ്ട് ഏതേഷാം പഞ്ചതത്വാനാം, പഞ്ചമഹാഭൂതങ്ങളുടെ സമഷ്ടി സാത്വിക അംശം കൊണ്ട് എന്തുണ്ടാക്കി? മനസ്സിനെയും ബുദ്ധിയെയും ചിത്തത്തെയും, ചിത്തമായിട്ടുള്ള അന്ധകരണങ്ങളെ എന്തൊക്കെ അന്ധകരണങ്ങൾ എന്ന് പറഞ്ഞുതരാം, അതിനെ ഉണ്ടാക്കി. സംഭൂതാനി. ഇനി പറയണു സങ്കല്പ വികല്പാത്മകം മനഃ. മനസ്സിന്റെ ജോലി എന്താ? സങ്കല്പിക്കുക, സങ്കല്പ വികല്പങ്ങളെ ഉണ്ടാക്കുക. നിശ്ചയാത്മിക ബുദ്ധി. ചോദ്യം ഉണ്ടായിരുന്നു ഇന്ന്, കേട്ടോളൂ.
ആ ചോദ്യകർത്താവ് ശ്രദ്ധിക്കുക. മനസ്സ് എന്താണെന്ന് പറയുന്നു. നിശ്ചയാത്മിക ബുദ്ധി, ഉറപ്പുള്ളതാണ് ബുദ്ധി. അഹംകർത്ത ഇതി അഹങ്കാര, ചെയ്യുന്നവൻ ഞാനാകുന്നു എന്ന ഭാവന. അഹങ്കാരം. ചിന്തനകർത്തൃ ചിത്തം, ചിന്തിക്കുന്നത് ചിത്തം. ഇനി പറയുന്നു മനസ്സോ ദേവത ചന്ദ്രമ, മനസ്സിന്റെ ദേവൻ ചന്ദ്രനാണ്. അപ്പൊ മനസ്സിനൊരു അധിഷ്ഠാന ദേവനെ കൽപ്പിച്ചു. ബുദ്ധേ ബ്രഹ്മ, ബുദ്ധിയുടെ ദേവൻ ബ്രഹ്മം. അഹങ്കാരസ്യ രുദ്രഃ, അഹങ്കാരത്തിന്റെ ദേവൻ രുദ്രൻ. ചിത്തസ്യ വാസുദേവഃ, ചിത്തത്തിന്റെ ദേവൻ വാസുദേവൻ. ഏതേഷാം പഞ്ചതത്വാനാം മധ്യേ, ഇനി ഈ പഞ്ചതത്വങ്ങളുടെ മധ്യത്തിൽ ആകാശസ്യ രാജസംശാത്, ആകാശത്തിന്റെ രാജസഭാവം കൊണ്ട് വാഗിന്ദ്രിയം സംഭൂതം, വാക് ഇന്ദ്രിയം ഉണ്ടാക്കി. വായോ രാജസംശാത് പാണീന്ദ്രിയം സംഭൂതം. ഇനി വായുവിന്റെ രാജസ അംശം കൊണ്ട് പാണിയെ ഉണ്ടാക്കി. വന്നേഹേ രാജസംശാത് പാദേന്ദ്രിയം സംഭൂതം, അഗ്നിയുടെ രാജസംശം കൊണ്ട് പാദത്തെ ഉണ്ടാക്കി. ജലസ്യ രാജസംശാത് ഉപസ്ഥേന്ദ്രിയം സംഭൂതം, ജലത്തിന്റെ രാജസംശം കൊണ്ട് ജനനേന്ദ്രിയത്തെ നിർമ്മിച്ചു. ഓരോന്നിന്റെ സാത്വികവും രാജസവും താമസവും പറയാൻ പോവാ. പൃഥിവ്യാ രാജസംശാത് ഗുദേന്ദ്രിയം സംഭൂതം, ഭൂമിയുടെ രാജസംശം കൊണ്ട് വിസർജനേന്ദ്രിയത്തെ ഉണ്ടാക്കി. ഏതേഷാം സമഷ്ടി രാജസംശാത് പഞ്ചപ്രാണ സംഭൂതാഹ, ഇതിന്റെ സമഷ്ടി രാജസ അംശം കൊണ്ട് പ്രാണന്മാര് സംഭവിച്ചു. അതായത് പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ ഒരു ശാസ്ത്രകാരനും ഒരു പ്രകാരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത തത്വബോധം എന്ന പ്രകരണ ഗ്രന്ഥത്തിന്റെ തലം ഇതാണെങ്കിൽ ബാക്കിയുള്ളത് ഊഹിച്ചോളൂ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇതാണ്. ആ സാധകന്റെ നില എന്തായിരിക്കും ഒന്ന് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഇത് മനസ്സിലാവില്ല എന്ന് പറയരുത്. അതാണ് സ്വാമി എപ്പോഴും പറയുന്നത്, ആശയത്തെ ആമാശയം കൊണ്ട് നേരിടരുത്, സൂക്ഷിച്ചിരിക്കണം എന്ന് പറയാം.